നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മ്യാൻമാർ ഭൂചലനത്തിൽ കനത്ത നാശനഷ്ടം. 150-ലേറെ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങി നിരവധി പേർ. 700-ലധികം പേർക്ക് പരിക്ക്. സഹായം വാഗ്ദാനം ചെയ്ത് ഭാരതവും അമേരിക്കയും. 15 ടൺ അവശ്യ വസ്തുക്കളുമായി ഇന്ത്യൻ വ്യോമസേനാ വിമാനം ദുരന്ത മേഖലയിലേക്ക്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കൂടുതൽ CPM നേതാക്കൾ പ്രതിപ്പട്ടികയിലേക്ക്. ഇഡിക്കെതിരെ സമര പ്രതിരോധം തീർക്കാൻ പാർട്ടി നീക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം വീണ്ടും അവതാളത്തിൽ. നീതി മെഡിക്കൽ സ്റ്റോർ വഴിയുള്ള വിതരണം നിർത്തിവെക്കാൻ സഹകരണ ബാങ്കിന്റെ തീരുമാനം. നടപടി 4.77 കോടി രൂപ സർക്കാർ കുടിശ്ശിക വരുത്തിയതോടെ. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന ആത്മഹത്യാ കേസുകൾ. 4 വർഷത്തിനിടെ ജീവനൊടുക്കിയത് 39,877 പേർ. ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്തത് തിരുവനന്തപുരം ഗ്രാമീണ മേഖലയിൽ. ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കാതെ പീരുമേട് പോപ്സ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. 4 മാസത്തെ കുടിശ്ശികയിൽ വറുതിയിലായി 100 കണക്കിന് തോട്ടം തൊഴിലാളികൾ. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തളച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ചലഞ്ചേഴ്സ് സ്വന്തമാക്കിയത് 50 റൺസിന്റെ വിജയം. അർദ്ധ സെഞ്ചുറി നേടിയ രജത് പട്ടീദാർ കളിയിലെ താരം. ഇന്ന് ആദ്യ ജയം തേടി മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും നേർക്കുനേർ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. വൻ ഭൂചലനത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായ മ്യാൻമറിൽ രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. 150-ലേറെ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. നിരവധി പേർ തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. 700-ലധികം പേർക്ക് പരിക്കുണ്ട്. ബാങ്കോക്കിൽ ഉൾപ്പെടെ മേഖലയിലുടനീളം ഭൂചലനം അനുഭവപ്പെട്ടു. നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം ഉൾപ്പെടെയാണ് തകർന്നു വീണത്. വിവിധ സ്ഥലങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് തുടർച്ചയായ 2 ഭൂകമ്പങ്ങൾ വൻ ദുരന്തം വിതച്ചത്. അതേസമയം മ്യാൻമറിന് അടിയന്തര സഹായവുമായി ഭാരതം. 15 ടൺ അവശ്യ വസ്തുക്കളുമായി ഇന്ത്യൻ വ്യോമസേനാ വിമാനം മ്യാൻമറിലേക്ക് പുറപ്പെട്ടു. മ്യാൻമറിന് മാനുഷിക സഹായം വാഗ്ദാനം ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, മ്യാൻമറിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഭൂചലനത്തിൽ ഉണ്ടായിരിക്കുന്നത്. രക്ഷാദൗത്യം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ 150 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇനിയും ഏറെ പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വ്യാപ്തി വലിയ രീതിയിൽ വർദ്ധിക്കുന്നൊരു കാഴ്ച തന്നെയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? രോഹിണി, തീർച്ചയായും ഈ ഭൂകമ്പം അതിതീവ്രമായൊരു ഭൂകമ്പമായിരുന്നു. നമുക്ക് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് 7.7 ആണ് എന്നതാണ് ഈ തീവ്രതയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും അതുപോലെ തന്നെ വൻതോതിൽ വൈദ്യുത കേന്ദ്രങ്ങളും വൈദ്യുത ലൈനുകളിലെല്ലാം തന്നെ തകരാറുകൾ സംഭവിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ജനജീവിതം ദുസ്സഹമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മാത്രമല്ല, തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും 150 പേരെ മാത്രമാണ് 150 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ വീണ്ടെടുക്കാനായിട്ടുള്ളത്. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ വലിയൊരു തോതിലുള്ള ഒരു ഭൂകമ്പം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പോലും രക്ഷാപ്രവർത്തകരെ എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളും മ്യാൻമാറിൽ പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അടിയന്തര സഹായവുമായി ഭാരതവും, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അടിയന്തര സഹായമായി പല സൗകര്യങ്ങളും മ്യാൻമാറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 150 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് ഔദ്യോഗികമായി കണക്കുകൾ പുറത്തുവരുന്നത്. മരണസംഖ്യ സംബന്ധിച്ച ഒരു വ്യക്തത ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. കാണാതായവരുടെ എണ്ണവും അതുപോലെ തന്നെ നിരവധി പേരുടെ മരണം സംഭവിച്ചിട്ടുള്ളതും കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞതിനിടയിൽ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഉത്തരങ്ങൾ ലഭ്യമാകാത്തതും എല്ലാം തന്നെ
ഈ മരണസംഖ്യ കൃത്യമായി അറിയുന്നതിന് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘാതം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മ്യാൻമാറിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ വൻതോതിൽ ഈ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അറിയാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ വൻതോതിലുള്ള ഒരു ഭൂകമ്പ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. തിരക്കഥയോ തിരുകിയ കഥയോ? എമ്പുരാൻ സിനിമയ്ക്ക് പിന്നിലെ ഇടത് ജിഹാദി അജണ്ട പുറത്തായതോടെ തിയേറ്ററുകളിൽ നിന്ന് അകന്ന് പ്രേക്ഷകർ. വൻതോതിലാണ് ടിക്കറ്റ് റദ്ദാക്കൽ നടക്കുന്നത്. ഇതിനിടെ തന്ത്രപൂർവ്വം തിരുകിയ ജിഹാദി അജണ്ടയ്ക്ക് പിന്നിലുള്ള താൽപ്പര്യങ്ങളും ലക്ഷ്യങ്ങളും ചർച്ചയാവുകയാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണങ്ങൾക്കും സാധ്യത തെളിയുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എമ്പുരാൻ സിനിമ റിലീസ് ചെയ്തതിന് ശേഷമാണ് അതിലെ ഉള്ളടക്കം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. കാരണം ഇത് മുൻ നിശ്ചയിച്ച പ്രകാരമല്ല, ഇതിൽ ചില തിരികെ കയറ്റലുകൾ കടന്നിട്ടുണ്ട് എന്നുള്ളത് അണിയറ പ്രവർത്തകർ പോലും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഈ ഇടത് ജിഹാദി അജണ്ട പുറത്തായതോടെ തിയേറ്ററുകളിൽ നിന്ന് പ്രേക്ഷകർ അകലുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതോടൊപ്പം എന്തുകൊണ്ട് ഇങ്ങനെ മനഃപൂർവ്വമായി ഒരു അജണ്ട സെറ്റ് ചെയ്തു എന്നതടക്കം ഉള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം വേണം എന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട്. നമുക്ക് എങ്ങനെ വിലയിരുത്താം? രോഹിണി, ഈ എമ്പുരാൻ ചിത്രം അത് പ്രേക്ഷകർ തുടക്കത്തിൽ, അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് എങ്കിൽ സിനിമ കണ്ടതോടുകൂടി അതിൽ കൃത്യമായി തിരികെ കയറ്റിയ അജണ്ട ആദ്യ പ്രേക്ഷകർക്ക് തന്നെ വ്യക്തമായി. ഇതോടുകൂടി ഇത് വലിയ ചർച്ചയായി. കാരണം ഇടത് ജിഹാദി ആശയങ്ങളും അവരുടെ പ്രചരണ തന്ത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൃഥ്വിരാജ് തയ്യാറാക്കിയ എമ്പുരാൻ സിനിമ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് സാധാരണ പ്രേക്ഷകർ കൂടി മനസ്സിലാക്കിയതോടുകൂടിയാണ് തിയേറ്ററുകളിൽ നിന്ന് ആളുകൾ അകലാൻ തുടങ്ങിയത്. പലരും ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കുന്ന നിലയിലേക്ക് പോയി. വലിയ തോതിൽ അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചാരണം നടക്കുകയും ചെയ്തു. കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ദേശീയത ഉയർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർക്ക് വളരെ വേദനയുണ്ടാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അതിലെ പല ഡയലോഗുകളും ഉണ്ടായിരുന്നത്, പല പരാമർശങ്ങളും ഉണ്ടായിരുന്നത്, പല ചിത്രീകരണ ഭാഗങ്ങളും അത്തരത്തിൽ തന്നെ ഉള്ളതായിരുന്നു. കൃത്യമായിട്ടാണ് ഇത്തരമുള്ള ഒരു അജണ്ട തിരികെ കയറ്റിയത് എന്നുകൂടി വ്യക്തമായി. കാരണം നടൻ മോഹൻലാലോ അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ഗോകുലം ഗോപാലിനോ ഒന്നും തന്നെ അറിയാതെ പൃഥ്വിരാജ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരുമിച്ചുള്ള സീനുകളിൽ മോഹൻലാലിൻ്റെ സീനുകളിൽ ഒന്നും തന്നെ വരാത്ത നിരവധി ഭാഗങ്ങളിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ അടക്കം, ചിത്രീകരണ ഭാഗങ്ങളടക്കം ഉൾപ്പെടുത്തുകയും ചെയ്തത്. ഇതോടുകൂടിയാണ് വലിയ തോതിൽ ഇടത് ജിഹാദികളുടെ അവരുടെ ഒരു ലക്ഷ്യം എങ്ങനെയാണോ, കാരണം നേരത്തെ വാര്യംകുന്നൻ എന്ന സിനിമയിലൂടെ വാര്യംകുന്നിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല എന്ന ഘട്ടത്തിൽ കൃത്യമായ അജണ്ട മനസ്സിൽ കണ്ടുകൊണ്ട് മറ്റൊരു ചിത്രം തയ്യാറാക്കുന്നു. അതിന് ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്ന പേരിൽ മോഹൻലാലിനെ അടക്കം സമീപിച്ചതിന് ശേഷം ഈ ഒരു കഥാതന്തു എന്താണ്, അല്ലെങ്കിൽ താൻ ഇതിലൂടെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റു ചില ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിൻ്റെ യാതൊരു സൂചനയും നൽകാതെ അദ്ദേഹത്തെ കൂടി ഇത്തരത്തിൽ വഞ്ചിക്കുകയായിരുന്നു, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. സ്വാഭാവികമായും ആദ്യ ദിവസത്തെ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മോഹൻലാലിൻ്റെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമായിരുന്നു താൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇതിൽ തിരികെ കയറ്റിയ കാര്യങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളിൽ തന്നെ അത് പ്രകടവുമായിരുന്നു. തുടർന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നടന്നത്. ഇതിനെതിരെ കൃത്യമായ വാക്കുകളിൽ, കൃത്യമായ കാര്യങ്ങളിൽ അത് ആളുകൾ സൂചിപ്പിക്കുകയും ചെയ്തു. RSS ദേശീയ നേതാവ് A ജയകുമാർ അടക്കം, ഒപ്പം തന്നെ ജെ നന്ദകുമാർ അടക്കമുള്ള ആളുകൾ, അവർ കൃത്യമായി തന്നെ ദേശീയത നേരിടുന്ന വെല്ലുവിളികൾ നിരന്തരമായി ചൂണ്ടിക്കാണിക്കുന്ന ആളുകളാണ്. അവരുടെ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ അത് പങ്കുവച്ചു. എന്താണ് എമ്പുരാൻ ലക്ഷ്യം വെക്കുന്നത്? ഇടത് ജിഹാദി കൂട്ടുകെട്ടിന്റെ താല്പര്യങ്ങളും ആശയ പ്രചരണത്തിനുമുള്ള ഒരു ഭാഗമാക്കി എമ്പുരാനെ എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്? കാരണം നേരത്തെ തന്നെ നിർമ്മാണം ഏറ്റെടുത്തിരുന്ന ലൈക്കയ്ക്ക് ഇത് സംബന്ധിച്ച ചില സൂചനകൾ ലഭിച്ചിരുന്നു എന്നതുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെ ലൈക്ക ഇതിന്റെ ഒരു വിവാദം ഭയന്ന് പിന്നീട് പിന്മാറി. കാരണം സ്വാഭാവികമായും ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. രാജ്യത്താകെ പല ഭാഗങ്ങളിൽ
തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. ആഗോള പ്രദർശനത്തിന് തയ്യാറെടുക്കുന്ന ഒരു ചിത്രമാണ്. സ്വാഭാവികമായും വലിയ ബഡ്ജറ്റ് മുടക്കിയതിന് ശേഷം പ്രതിഷേധങ്ങൾ നടന്നു കഴിഞ്ഞാൽ, രാജ്യത്താകെ ദേശീയ ശക്തികളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സിനിമയ്ക്ക് ഉദ്ദേശിച്ച കളക്ഷനിലേക്ക് കടക്കാൻ കഴിയില്ല. തങ്ങൾക്കത് വലിയ സാമ്പത്തിക നഷ്ടമാകുമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദ്യ നിർമ്മാതാക്കൾ പിന്മാറി. അവിടെയാണ് പിന്നീട് ഗോകുലം ഗോപാലൻ എത്തുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത വൃത്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അജണ്ട തിരികെ കയറ്റിയ കാര്യം ഗോകുലം ഗോപാലനും നിർമ്മാതാവിന് അറിയില്ലായിരുന്നു, ഗോകുലം മൂവീസിന് അറിയില്ലായിരുന്നു. പിന്നീട് ഈ സിനിമ കാണുന്ന ഘട്ടത്തിൽ മാത്രമാണ് മോഹൻലാലും ഗോകുലം ഗോപാലനും അടക്കമുള്ള ആളുകൾ അജണ്ട മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്നു. അടുത്ത കാലത്ത് തുടർച്ചയായി ഇറങ്ങുന്ന നിരവധി സിനിമകളിൽ ഇത്തരത്തിൽ ആശയ പ്രചരണങ്ങൾ വേണ്ടി, ജിഹാദി ആശയ പ്രചരണത്തിന് വേണ്ടി എന്തിന് മനഃപൂർവ്വമായി തന്നെയുള്ള സിനിമകൾ നിർമ്മിക്കപ്പെടുന്നു എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ഒരു ആവശ്യം തന്നെയാണ് ശക്തമായി തന്നെ ഉയരുകയും ചെയ്യുന്നത്. അക്കാര്യം ചൂണ്ടിക്കാണിച്ച് നിരവധി ആളുകൾ ഈ പരാതികളുമായി ഒപ്പം തന്നെ ഈ ഒരു ആവശ്യങ്ങളുമായി തുടർച്ചയായി തന്നെ രംഗത്ത് വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് പിന്നിലുള്ള ആളുകളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കണമെന്ന ഒരു ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. അത് ആരാണെങ്കിലും തന്നെ, സംവിധായകൻ പൃഥ്വിരാജ് ആണെങ്കിലും മറ്റ് അണിയറ പ്രവർത്തകർക്കാണെങ്കിലും തിരക്കഥാകൃത്താണെങ്കിലും എല്ലാം തന്നെ നിശ്ചിത ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംഭാഷണ ഭാഗങ്ങളടക്കം ഉൾപ്പെടുത്തിയിട്ട് ഉള്ളത് എങ്കിൽ, പ്രത്യേകിച്ച് ഗോദ്രയിൽ രാമസേവകർ, രാമഭക്തർ കൊല്ലപ്പെട്ട സംഭവം അടക്കം അത് മറച്ചു വെച്ചുകൊണ്ട് അതിനുശേഷം നടന്ന ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് മതവൈര്യം ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ഒരു മതവിഭാഗത്തെ നേരെ അതിക്രമങ്ങൾ നടന്നു എന്ന രീതിയിൽ ചിത്രീകരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും രാജ്യത്തിന് എതിരാണ്, രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തിന് എതിരായി ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള പ്രചരണങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെയാണ് സിനിമയ്ക്ക് ആള് തിയേറ്ററുകളിൽ കുറയുന്നത്. ശരി ജിജേഷ്, എമ്പുരാൻ സിനിമയ്ക്ക് പിന്നിലെ ഇടത് ജിഹാദി അജണ്ട പുറത്തായതോടെ തിയേറ്ററുകളിൽ നിന്ന് അകന്ന് പ്രേക്ഷകർ വൻതോതിലാണ് ടിക്കറ്റ് റദ്ദാക്കൽ നടക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇസ്ലാമിക ശക്തികൾ ഹിന്ദുക്കൾക്കു നേരെ നടത്തിയ സംഘടിത ആക്രമണങ്ങളിലൊന്നാണ് ഗുജറാത്തിലെ ഗോധ്ര സംഭവം. സബർമതി എക്സ്പ്രസിനു നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് 27 സ്ത്രീകൾ ഉൾപ്പെടെ 59 രാമഭക്തർക്ക്. 2002 ഫെബ്രുവരി 27-ന് ഗോധ്ര റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത് എന്തെന്ന് പരിശോധിക്കാം. ഒരിടവേളയ്ക്ക് ശേഷം ഗോധ്ര തീവണ്ടി തീവപ്പും ഗോധ്രാനന്തര കലാപവും നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചയാവുകയാണ്. അയോധ്യയിലെ പൂർണ്ണാഹുതി യജ്ഞം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന രാമഭക്തർക്ക് ഗുജറാത്തിലെ ഗോധ്ര തീവണ്ടി സ്റ്റേഷനിൽ സംഭവിച്ചത് എന്താണ്? ശത്രുരാജ്യവും പ്രാദേശിക ഇസ്ലാമിക ഭീകരവാദികളും നടത്തിയ ഗൂഢാലോചനയുടെ ഇരകളായി എങ്ങനെയാണ് ഈ 59 രാമഭക്തർ മാറിയത്? അയോധ്യയിൽ നിന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്കാണ് തീവണ്ടി നീങ്ങിയിരുന്നത്. പഞ്ച്മഹൽ ജില്ലയിലെ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസ് എത്തിയത് ഫെബ്രുവരി മാസം 27-ാം തീയതി രാവിലെ 7:43-നാണ്. 2000-ഓളം യാത്രക്കാർ തീവണ്ടിയിലുണ്ടായിരുന്നു. ഭൂരിപക്ഷവും അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന രാമഭക്തരായിരുന്നു. ഗോധ്ര തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങിയ സബർമതി എക്സ്പ്രസ് പക്ഷേ 700 മീറ്റർ അകലെ വലിയൊരു ജനക്കൂട്ടം തടയുകയാണ്. ഹാജി ബിലാൽ എന്ന പ്രാദേശിക മുസ്ലിം നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ട്രെയിൻ തടഞ്ഞത്. ഇവരുടെ കൈകളിൽ മാരക ആയുധങ്ങൾ ഉണ്ടായിരുന്നു. കാഫിറുകളെ കൊല്ലാനും ബിൻ ലാദന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാനും ഇവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു. ട്രെയിൻ പൂർണ്ണമായി നിർത്തിയതോടെ പിന്നീട് രൂക്ഷമായ ആക്രമണമായിരുന്നു. ആസിഡ് ബൾബുകളും തീപ്പന്തങ്ങളും ഇവർ ട്രെയിനകത്തേക്ക് വലിച്ചെറിഞ്ഞു. S5, S6, S7 എന്നീ 3 കോച്ചുകളാണ് ഭീകരർ ലക്ഷ്യമിട്ടത്. കാരണം ഈ 3 കോച്ചിലെയും യാത്രക്കാരെല്ലാം അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന ശ്രീരാമ ഭക്തരായിരുന്നു. വിവിധ കോച്ചുകളെ ബന്ധിപ്പിക്കുന്ന വാക്വം പൈപ്പുകൾ തകർത്തുകൊണ്ടായിരുന്നു ജിഹാദികളുടെ ആക്രമണം. പുറത്തുനിന്ന് വാതിലുകൾ കുറ്റിയിട്ട ശേഷം കോച്ചുകൾക്ക് തീയിട്ടു. ഇങ്ങനെയാണ്
27 സ്ത്രീകളും പിഞ്ചു കുട്ടികളും ഉൾപ്പെടെ 59 രാമഭക്തർ ഗോദ്ര തീവണ്ടി സ്റ്റേഷന് സമീപം വെന്തു മരിക്കുന്നത്. ഗോദ്ര സ്റ്റേഷന് സമീപം വലിയ അഗ്നിബാധയുണ്ടായി എന്ന വിവരം ലഭിച്ചയുടൻ തന്നെ ഫയർ യൂണിറ്റുകൾ അവിടേക്ക് കുതിക്കാൻ തുടങ്ങി. പക്ഷേ ആക്രമണത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക മുസ്ലിം നേതാവും കോൺഗ്രസ് നേതാവുമായ ഹാജി ബിലാലിന്റെ നേതൃത്വത്തിൽ ഫയർ യൂണിറ്റുകളെ തടയുകയായിരുന്നു. വാഹനം തടഞ്ഞുവെന്ന് മാത്രമല്ല, വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ദേശീയ തലത്തിലും സംസ്ഥാനത്തും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഗുജറാത്തിൽ വലിയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1965-ലും 69-ലും 85-ലും രക്തരൂക്ഷിതമായ കലാപങ്ങൾക്ക് ഗുജറാത്ത് സാക്ഷ്യം വഹിച്ചു. ഈ കലാപങ്ങളിലെല്ലാം വലിയ തിരിച്ചടിയേറ്റ ഹൈന്ദവ സമൂഹത്തിന് ഒരിക്കലും പൊറുക്കാൻ കഴിയുന്നതായിരുന്നില്ല ഗോദ്രയിലെ സംഭവം. ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായ പ്രതികരണം ഗുജറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ടു. ഗോദ്രാനന്തര കലാപത്തെ മുസ്ലിം വംശഹത്യ എന്നൊക്കെയാണ് പൊതുവെ മാധ്യമങ്ങളും ബുദ്ധിജീവികളും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ 2005-ൽ UPA സർക്കാരിൻ്റെ കാലത്തുള്ള ആഭ്യന്തര സഹമന്ത്രി ശ്രീപ്രകാശ് ജയ്സ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത്. കലാപത്തിൽ കൊല്ലപ്പെട്ടവരിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളുമുണ്ട്. നാശനഷ്ടത്തിൻ്റെ കണക്കെടുത്താലും അങ്ങനെ തന്നെ. പിന്നീട് എങ്ങനെ ഇതൊരു മതവിഭാഗത്തിനെതിരെയുള്ള സംഘടിതമായ ആക്രമണം എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു എന്ന ചോദ്യം ഉയരുന്നു. ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിന് നേരെയുണ്ടായ ആക്രമണത്തെപ്പറ്റി വിശദമായി പഠിച്ച നാനാവതി കമ്മീഷൻ 2008-ലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ദിവസങ്ങൾ നീണ്ട ഗൂഢാലോചനയുടെ ഭാഗമാണ് സംഘടിതമായ ആക്രമണം എന്ന വിലയിരുത്തലാണ് റിപ്പോർട്ടിലുള്ളത്. 2011-ൽ വിചാരണ കോടതി 31 ഇസ്ലാമിസ്റ്റുകളെ കേസിൽ ശിക്ഷിച്ചു. ഇതിൽ 11 പേർക്ക് വധശിക്ഷ നൽകി. ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് MP എഹസാൻ ജാഫ്രിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ സബർമതി എക്സ്പ്രസിന് നേരെ നടത്തിയ ആക്രമണത്തിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട ഗായത്രി എന്ന കൊച്ചുകുട്ടിയെപ്പറ്റി മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഗുജറാത്ത് കലാപം എന്നത് ഏകപക്ഷീയമായി മുസ്ലിങ്ങൾക്ക് നേരെ നടന്ന ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കാനാണ് അന്നും ഇന്നും ശ്രമം നടക്കുന്നത്. കരുവന്നൂർ കള്ളപ്പണ കേസിൽ നേതാക്കൾ പ്രതികളാകുന്നത് ഭയന്ന CPM EDക്കെതിരെ വ്യാപക സമരങ്ങളിലൂടെ പ്രതിരോധം തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പാർട്ടി. കൊച്ചി ED ആസ്ഥാനത്തേക്ക് ഇന്നലെ നടന്ന മാർച്ചിന്റെ തുടർച്ചയായി ബ്രാഞ്ച് തലം മുതൽ വ്യത്യസ്ത സമര പരിപാടികളും സംഘടിപ്പിക്കും. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികളിലെ മുൻ നേതാക്കളും പ്രതികളാകും എന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇനിയിപ്പോൾ അടുത്ത ഘട്ട കുറ്റപത്രത്തിൽ ഒരുപക്ഷെ CPMന്റെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികളിലെ നേതാക്കൾ, മുൻ നേതാക്കളൊക്കെ പ്രതികളാകും എന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ EDക്കെതിരെ ഒരു സമര പരമ്പര തന്നെ CPM നടത്തി വരുന്നത്? രോഹിണി, അത്തരത്തിൽ തന്നെയാണ് CPMന്റെ നീക്കങ്ങൾ. CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു. കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാമത്തെ കുറ്റപത്രം കൂടി സമർപ്പിക്കുന്നതോടെ കൂടുതൽ നേതാക്കൾ ആ ഒരു പ്രതിപട്ടികയിൽ എത്താനുള്ള സാധ്യതയാണ് തെളിയുന്നത്. പ്രത്യേകിച്ച് CPM കള്ളപ്പണ ഇടപാടുകളുടെ പങ്ക് പറ്റി എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നത്. അത് ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയും മറ്റു സംഭാവന ഇനത്തിലും എല്ലാം തന്നെയാണ് ഈ പണം വാങ്ങിയിരുന്നത്. വിവിധ കാലഘട്ടങ്ങളിൽ 2011 മുതലുള്ള കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ, അത്തരം തട്ടിപ്പുകളിലൂടെ പ്രതികൾ സമ്പാദിച്ച കള്ളപ്പണം വലിയൊരു അളവിൽ CPMന്റെ സംഭാവന കണക്കുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഭൂമി വാങ്ങിയിട്ടുണ്ട്, മറ്റു സ്വത്തുവകകൾ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം തന്നെയായി 57 ലക്ഷത്തിലധികം രൂപയുടെ സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും എല്ലാം ചെയ്തിരുന്നു. കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കൂടി നീങ്ങിയതോടുകൂടി CPM പൂർണ്ണമായും തന്നെ പ്രതിരോധത്തിലാണ്. സാധാരണ അണികളെ ഏതെങ്കിലും തരത്തിൽ പ്രതിപട്ടികയിലേക്ക് കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കളടക്കം എത്തുകയും അത്
അണികളോട് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ തങ്ങൾക്ക് മറുപടിയില്ല എന്ന ഒരു പ്രചാരണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ED കുറ്റപ്പെടുത്തിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി തങ്ങളെ വേട്ടയാടുകയാണ് എന്ന് വരുത്താനെല്ലാമുള്ള പ്രചാരണങ്ങൾ ഇപ്പോൾ CPM ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ തുടക്കം എന്ന നിലയിലാണ് കൊടകര കേസുമായി ബന്ധപ്പെട്ട് കൊടകരയിൽ നടന്നിട്ടുള്ള പണ അപഹരണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന കുറ്റപത്രം അത് BJP നേതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്നലെ കേന്ദ്ര ആസ്ഥാനത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് CPM മാർച്ച് ആദ്യം ആരംഭിച്ചത്. അതിനുശേഷം പ്രഖ്യാപിച്ചിരിക്കുന്നത് ബ്രാഞ്ച് തലം മുതൽ തന്നെ ബ്രാഞ്ച് തലത്തിലും ഒപ്പം തന്നെ ലോക്കൽ തലത്തിലും ഏരിയ തലത്തിലുമെല്ലാം സമാനമായ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കണം, കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങണമെന്ന ഒരു ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. അവിടെ കൊടകര കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധമല്ല, മറിച്ച് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത നേതാവ് കൂടി ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ പോകുന്നു. K. രാധാകൃഷ്ണൻ മുൻ മന്ത്രിയാണ്, മുൻ സ്പീക്കറാണ്, നിലവിലെ MP ആണ്. CPMന്റെ സമുന്നതരായ നേതാക്കളിൽ ഒരാളാണ് K. രാധാകൃഷ്ണൻ. അത്തരത്തിലുള്ള K. രാധാകൃഷ്ണൻ കൂടി ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നതോടുകൂടി CPMനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രതിരോധങ്ങളെല്ലാം ഇതുവരെ നടത്തിയ പ്രതിരോധങ്ങളെല്ലാം തകർന്നു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. കാരണം നേരത്തെ മുൻ മന്ത്രിയായിട്ടുള്ള മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള AC മൊയ്തീനെ ചോദ്യം ചെയ്തിരുന്നു. MM വർഗീസ് ജില്ലാ സെക്രട്ടറി ആയിരിക്കെ MM വർഗീസിനെ നിരവധി ദിവസങ്ങളിലായി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു അന്വേഷണ സംഘം നടത്തിയത്. പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അറിയാനുണ്ടായിരുന്നത് ഈ പണം ഏതെല്ലാം ബാങ്കുകളിലാണ് നിക്ഷേപിച്ചത്. കാരണം ഈ സാമ്പത്തിക അക്കൗണ്ടുകൾ സംബന്ധിച്ച യാതൊരു കണക്കുകളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ അറിയിക്കേണ്ട സ്ഥാപനങ്ങളെ IT അടക്കമുള്ള ഇൻകം ടാക്സ് അടക്കമുള്ള സ്ഥാപനങ്ങളെ ഒരു ഘട്ടത്തിലും CPM ജില്ലാ കമ്മിറ്റിയോ ബന്ധപ്പെട്ട മറ്റ് കമ്മിറ്റികളോ ഒരു ഘട്ടത്തിലും അറിയിച്ചിരുന്നില്ല. അങ്ങനെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ദുരൂഹമായിട്ടായിരുന്നു നടത്തിക്കൊണ്ടുപോയിരുന്നത്. സാമ്പത്തിക ഇടപാടുകൾ ഇത്തരത്തിൽ ദുരൂഹമായി നടത്തി എന്നതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് സെക്രട്ടറിമാർ, CPMന്റെ പ്രധാനപ്പെട്ട പദവി എന്ന് പറയുന്നത് ബ്രാഞ്ച് തലത്തിൽ മുതൽ സംസ്ഥാന തലത്തിൽ വരെ സെക്രട്ടറിക്കാണ് പ്രധാനപ്പെട്ട ചുമതല എന്നതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിലെ സെക്രട്ടറിമാരായിരിക്കും ഈ പ്രതിപട്ടികയിൽ എത്തുക എന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. 50ഓളം പേർ തന്നെ ഉൾപ്പെട്ട പ്രതിപട്ടികയാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഒപ്പം തന്നെയാണ് 10ഓളം CPM നേതാക്കൾ വിവിധ തലങ്ങളിലുള്ള ആളുകൾ പ്രതിപട്ടികയിൽ എത്തുമെന്ന് കൂടി വ്യക്തമാകുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയതോടുകൂടിയാണ് CPM ഇങ്ങനെ ഒരു സമര മാർഗത്തിലേക്ക് കടന്നിരിക്കുന്നത്. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് തുടർച്ചയായി നടത്തുന്ന ഇത്തരത്തിലുള്ള സമരങ്ങൾ, കാരണം നേരത്തെ ഇതിനു മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്ത് കാലഘട്ടത്തിലായിരുന്നു CPM സമാനമായ ഈ രീതിയിൽ ഒരു സമരത്തിലേക്ക് നീങ്ങിയിരുന്നത്. അന്നും CPMന് പ്രതിരോധിക്കാനുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട നേതാക്കളെയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു CPM അന്ന് ഒരു സമരം ആസൂത്രണം ചെയ്തിരുന്നത്. എങ്കിൽ ഇന്ന് സംസ്ഥാന നേതാക്കൾ കൂടി ചോദ്യം ചെയ്യലിന് വിധേയരാകുമ്പോഴാണ് വീണ്ടും ഒരു സമരത്തിലേക്ക് CPM കടന്നിരിക്കുന്നത്. ശരി ജിജീഷ്, എന്തായാലും ഈ കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കൂടുതൽ നേതാക്കൾ പ്രതികളാകും എന്നുള്ള ഭയം CPMനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് EDക്കെതിരെ വ്യാപക സമരങ്ങളിലൂടെ പ്രതിരോധം തീർക്കാനുള്ള ഒരു ശ്രമം കൂടി പാർട്ടി നടത്തുന്നത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. ജന്മഭൂമി ദിനപത്രം സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ ലഹരി വിരുദ്ധ ജാഗ്രതാ യാത്ര ഇന്ന് തലസ്ഥാന ജില്ലയിലെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്ന ജാഗ്രതാ യാത്രയ്ക്ക് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ നേതൃത്വം നൽകും. വർക്കലയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കാട്ടാക്കടയിൽ അവസാനിക്കും. വിവരങ്ങളുമായി S. ശാലിനി ചേരുന്നു. ശാലിനി, ജന്മഭൂമി ദിനപത്രം സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ ലഹരി വിരുദ്ധ ജാഗ്രതാ യാത്ര നടത്തുന്നത്. ഇന്ന് എവിടെ നിന്നാണ് ജാഗ്രതാ യാത്ര ആരംഭിക്കുന്നത്? വിവരങ്ങൾ. രോഹിണി, ഗുഡ് മോർണിംഗ്. സംസ്ഥാന വ്യാപകമായി ലഹരി വ്യാപനം തീവ്രമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഒരു ദിനപത്രം അതിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ലഹരിക്കെതിരെ ആക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നാണ്, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ജന്മഭൂമി ഈ പരിപാടിക്ക് ഔദ്യോഗികമായി നേതൃത്വം നൽകുന്നത് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനാണ്. ഇന്ന് രാവിലെ 9:30-ക്കാണ് ഈ ലഹരിക്കെതിരെയുള്ള ജാഗ്രതാ യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നത്. ഉണരാം ലഹരിക്കെതിരെ എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ലഹരി വിരുദ്ധ ജാഗ്രതാ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകാൻ പോകുന്നത്. രാവിലെ 9:30 വർക്കല ശിവഗിരി മഠത്തിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സ്വാമി ശുഭാംഗാനന്ദ ദീപം തെളിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഈ യാത്ര നേരെ പോകുന്നത് വർക്കല മുനിസിപ്പൽ മൈതാനത്തേക്കാണ്. അവിടെ മുൻ DGP ശ്രീലേഖ, ഒപ്പം തന്നെ സ്വാമി ശുഭാംഗാനന്ദ, ചെറുകുന്നം പള്ളി ഇമാം അബ്ദുൽ ഹക്കീം അൽ ഹദീസ്
മോദി ഉൾപ്പെടെ വിവിധ ക്രൈസ്തവ വിശ്വാസികൾ, മതമേലധ്യക്ഷന്മാരടക്കമുള്ളവർ ഈ ഒരു ജനജാഗ്രതാ യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. 10 മണിയോടുകൂടി ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്ക് ജംഗ്ഷനിൽ ഈ ജാഗ്രതാ യാത്ര എത്തും. അവിടെ വി മുരളീധരൻ മുഖ്യപ്രഭാഷണം, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, അതിന്റെ വിപണനം അടക്കം വർദ്ധിക്കുന്ന സാഹചര്യം, ഓപ്പറേഷൻ ഡി ഹണ്ട് അടക്കം നടത്തിക്കൊണ്ട് സംസ്ഥാന പോലീസും എക്സൈസും ഇതിനെതിരെ ഒരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ അപ്പോഴും സംസ്ഥാന വ്യാപകമായി വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ജന്മഭൂമി പത്രം കൂടി അവരുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടത്തുമ്പോൾ എങ്ങനെ ലഹരിയെ ഇല്ലാതാക്കാം, യുവാക്കളിലും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്കിടയിലും ഒക്കെ വളർന്നു വരുന്ന ലഹരി ഉപയോഗങ്ങൾ തടയാൻ എന്ത് ചെയ്യാം എന്നുള്ളൊരു ബോധവൽക്കരണ യാത്ര കൂടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിന് മുൻ കേന്ദ്രമന്ത്രി തന്നെ നേതൃത്വം നൽകുകയും ചെയ്യുകയാണ്. ഏകദേശം 5ഓളം വരുന്ന കേന്ദ്രങ്ങളിലൂടെയാണ് ഈ പരിപാടി കടന്നു പോകുന്നത്. വെഞ്ഞാറമൂട്, അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ വെഞ്ഞാറമൂട് വൈകിട്ട് 3:30 ഈ ജാഗ്രതാ യാത്ര എത്തുന്നുണ്ട്. അവിടെ വി മുരളീധരനെ കൂടാതെ മേജർ രവി, ഫാദർ ജോസ് കിഴക്കേടത്ത് അടക്കമുള്ളവർ ഈ ഒരു യാത്രയുടെ ഭാഗമാകും. നെടുമങ്ങാട് കച്ചേരി നടയിലും ജനജാഗ്രതാ യാത്ര എത്തുന്നുണ്ട്. അവിടെ ജാഗ്രതാ സദസ്സിൽ മദ്യവിരുദ്ധ സമിതി അഖിലേന്ത്യാ കൺവീനർ പ്രൊഫസർ ദേശീയം രഘുനാഥ് അധ്യക്ഷത വഹിക്കുകയും ചെയ്യും. വെള്ളനാട് നടക്കുന്ന ജാഗ്രതാ സദസ്സിൽ മിത്രാനികേതൻ ഡയറക്ടർ ഡോക്ടർ രഘു രാമദാസ്, കരുണാസായിയിലെ ഡോക്ടർ LR മധുജക കുമാർ അടക്കമുള്ളവർ അതിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ കാട്ടാക്കടയിലാണ് സമാപനം. രാത്രി 7 മണിയോടുകൂടിയാണ് ലഹരി വിരുദ്ധ ജനജാഗ്രതാ യാത്രയ്ക്ക് സമാപനമാവുക. അവിടെ വി മുരളീധരനെ കൂടാതെ റിട്ടയർഡ് ജഡ്ജി ഗോപകുമാർ, ആർക്കിടെക്ട് പാലക്കൽ ജോസ് അടക്കമുള്ളവർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ ഒരു പാർലമെന്റ് മണ്ഡലം അല്ലെങ്കിൽ ഒരു മണ്ഡലം മുഴുവൻ കേന്ദ്രീകരിച്ച് ഒരു ജനജാഗ്രതാ യാത്ര നടത്തുകയാണ്. അതിൽ ബോധവൽക്കരണമുണ്ട്. ഒപ്പം തന്നെ ലഹരിക്കടിമയായ ആളുകളെ എങ്ങനെ അതിൽ നിന്ന് മുക്തമാക്കാമെന്നുള്ള ബോധവൽക്കരണം നൽകുന്നുണ്ട്. അങ്ങനെ സമൂഹത്തെ പിടിമുറുക്കിയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തെ പിടിച്ചു കെട്ടിയിട്ടുള്ള ഒരു വലിയ വിപത്തിനെ ഇല്ലാതാക്കാൻ ജന്മഭൂമി കൂടി കൈകോർക്കുകയാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത്രയധികം വർഷം പിന്നിടുന്ന അവരുടെ ഒരു പാരമ്പര്യം, അവരുടെ ഒരു വിശ്വാസ്യതയൊക്കെ അതിന്റെ ഭാഗമാക്കിക്കൊണ്ടാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു യാത്രയ്ക്ക് തുടക്കമാകുന്ന ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. മറ്റ് ജില്ലകളിലേക്കും മറ്റ് മണ്ഡലങ്ങളിലേക്കും ഒക്കെ വരും ദിവസങ്ങളിൽ ഈ യാത്ര സംഘടിപ്പിക്കാനും ഒപ്പം തന്നെ യാത്രയുടെ ഭാഗമാകാനും ഒക്കെയുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി സമൂഹത്തിലെ എല്ലാ ആളുകളെയും കൈകോർപ്പിച്ചുകൊണ്ട് ഒരു മനസ്സോടുകൂടി അതിനെ ഇല്ലാതാക്കാൻ, സമൂഹത്തിനെ പിടിമുറുക്കിയിട്ടുള്ള ഒരു വലിയ വിപത്തിനെ ഇല്ലാതാക്കാനുള്ള ഒരു തീവ്ര യജ്ഞത്തിന് കൂടിയാണ് ജന്മഭൂമി ദിനപത്രവും ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് രാവിലെ 9:30 തുടക്കമിടാൻ പോകുന്നത്. രോഹിണി. ശരി ശാലിനി, ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു ബോധവൽക്കരണം തന്നെയാണ് ജന്മഭൂമി ദിനപത്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ലഹരി വിരുദ്ധ ജാഗ്രതാ യാത്ര ഇന്ന് നടത്തുന്നത്. തലസ്ഥാന ജില്ലയിലെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്ന ജാഗ്രതാ യാത്രയ്ക്ക് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേതൃത്വം നൽകും. വർക്കലയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കാട്ടാക്കടയിലാണ് അവസാനിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ചാലക്കുടി അന്നനാട് കുറുവക്കടവിൽ പുലി ഇറങ്ങി. വീട്ടുവളപ്പിൽ നിന്നും നായയെ പിടികൂടാൻ പുലി ശ്രമിച്ചതായി വീട്ടുകാർ പറയുന്നു. പ്രദേശത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പരിശോധന നടത്തി. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, പുലി തന്നെയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ പരിശോധനകളൊക്കെ പുരോഗമിക്കുകയാണോ? ഇത്തരത്തിൽ ഉച്ചയോടുകൂടി ഈ ചാലക്കുടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുലിയെ കണ്ടതായി ഒരു പ്രദേശവാസി പറഞ്ഞിരുന്നു. പക്ഷേ അത് പുലിയല്ല എന്നുള്ള സ്ഥിരീകരണത്തിലാണ് വനംവകുപ്പ് എത്തിയത്. എന്നാൽ ഇന്നലെ രാത്രി ഈ കുറുവക്കാട് പ്രദേശത്ത്, കാടുകുറ്റി കുറുവക്കാട് പ്രദേശത്ത് ഈ ജനാർദ്ദനന്റെ വീട്ടിലെ വളർത്തുനായെ പുലി കടിച്ചിരുന്നു. പുലിയെ ഈ പ്രദേശവാസികൾ നേരിട്ട് കാണുകയും ചെയ്തു. വീട്ടുകാരും കണ്ടു. തുടർന്നാണ് ഇന്നലെ രാത്രിയോട് ഏതാണ്ട് 10:00 തന്നെ വനംവകുപ്പ് പ്രദേശത്തെത്തുകയും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോഴും വനംവകുപ്പ് പ്രദേശത്ത് തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. ഭക്തിസാന്ദ്രം കൊല്ലങ്കോട്.
കന്യാകുമാരി കൊല്ലങ്കോട് വെങ്കഞ്ഞി വട്ടവിള ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി തൂക്ക മഹോത്സവത്തിലേക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജന പ്രവാഹം. ഏപ്രിൽ 1-നാണ് ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം. കൊല്ലങ്കോടമ്മ വാണരുളുന്നത് കന്യാകുമാരി ജില്ലയിലാണെങ്കിലും വന്ന് വണങ്ങുന്നവരിലേറെയും മലയാളികളാണ്. ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു ഈ കടലോര ദേശം എന്നത് തന്നെ കാരണം. കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്നത്. ഏപ്രിൽ 1-ന് തൂക്കം നടക്കുമെങ്കിലും മാർച്ച് 31-ന്റെ അന്ന് വൈകുന്നേരം ഒരു വണ്ടിയോട്ടം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ഈ വണ്ടിയോട്ടം വണ്ടി വില്ലെല്ലാം ഘടിപ്പിച്ച് തയ്യാറാക്കി ആശാരിമാർ ഈ വണ്ടിയിലിരുന്ന് ഒരു ട്രയൽ റൺ നടത്തും. വണ്ടി സ്യൂട്ടബിൾ ആയോ എന്നൊരു പരിശോധന. തമിഴ്നാട് ഗവൺമെൻറ് PWD അധികാരികൾ, എൻജിനീയേഴ്സ് വന്ന് പരിശോധിച്ച് അവരൊരു ഫിറ്റ്നസ് തരും. ഈ വണ്ടി തൂക്കത്തിലേക്ക് വേണ്ടി എലിജിബിൾ ആണ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷമേ നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കും. അന്ന് ആ വണ്ടിയോട്ടം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 6:30 മണിക്ക് തൂക്കം ആരംഭിക്കും. ഏതാണ്ട് ഇപ്രാവശ്യം 300 ശേഷം വണ്ടി ഓടേണ്ടി വരും. ഒരു മണിക്കൂറിൽ 15ഓളം വണ്ടിയെ ഓടുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയും ഒരു ദിവസം ഒരു രാത്രി 2 മണിയോളം ഇത് അവസാനിക്കാൻ. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തതകൾ ഏറെയാണ് ഈ ക്ഷേത്രത്തിന്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രമല്ല, ആരൂഢത്തിലും അത് പ്രകടം. മറ്റു ക്ഷേത്രങ്ങളില്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. 2 ക്ഷേത്രങ്ങൾ ഈ അമ്പലത്തിലുണ്ട്. 2 ക്ഷേത്രങ്ങളാണ് അമ്മയ്ക്ക്, ദേവിക്ക്. ഒന്ന് കൊല്ലങ്കോടും ഒന്ന് വെങ്കഞ്ഞി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഉത്സവ മുടിപ്പുരയാണ് ഈ ക്ഷേത്രം. മുടി എന്ന് പറയുന്നത് കിരീടം എന്നാണ് ശബ്ദധാരാവലി പറയുന്നത്. മുടി ഈ ബിംബത്തിന് തലയിൽ എഴുന്നള്ളിക്കുന്നുകൊണ്ടാണ് മുടി എന്ന് പറയുന്നത്. ആ തലയിൽ എഴുന്നള്ളിച്ചാണ് പോകുന്നത്. അപ്പോൾ ആ മുടി സൂക്ഷിക്കുന്നിടം മുടിപ്പുരയായി. അങ്ങനെയാണ് കൊല്ലങ്കോട് മുടിപ്പുരയും വെങ്കഞ്ഞി മുടിപ്പുരയും. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവം ഈ തീരദേശ നാട് അത്യാഘോഷപൂർവമായാണ് കൊണ്ടാടുന്നത്. 1166 പിള്ളത്തൂക്കം, 4 ദേവീതൂക്കം, 30 സ്പെയർ തൂക്കം, 300 വണ്ടി എന്നിങ്ങനെ 1200 തൂക്കമാണ് ഈ വർഷം അമ്മയുടെ തിരുസന്നിധിയിൽ ഭക്തിയുടെ ഉയരങ്ങൾ തൊടുന്നത്. ജനം, കൊല്ലങ്കോട്. 4 മാസമായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാതായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കി പീരുമേട് പോപ്സ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. ശമ്പളം, കുടിശ്ശിക ഉൾപ്പെടെ എന്ന് നൽകുമെന്നതിൽ കൃത്യമായ ഉത്തരം നൽകാൻ കമ്പനി അധികൃതരും തയ്യാറാകുന്നില്ല. 100 കണക്കിന് തൊഴിലാളികളാണ് നിലവിൽ പട്ടിണിയെ മുഖാമുഖം കണ്ട് എസ്റ്റേറ്റിൽ പണിയെടുക്കുന്നത്. 4 മാസം കിട്ടാനുണ്ട്. ശമ്പളത്തിന്റെ കാര്യം അവർക്ക് അറിയത്തില്ലെന്നാ പറയുന്ന മാനേജ്മെന്റ്. വേല ചെയ്തിട്ട് ഞങ്ങൾ ശമ്പളം ഇല്ലാതെ എന്നാ എടുക്കാണ്? കറണ്ട് ബില്ല്, ഗ്യാസ്, ഇങ്ങനെ എല്ലാരും കൊച്ചിന് ഫീസ്. കോളേജിലൊക്കെ പറയുന്ന അന്ന് തന്നെ ഫീസ് അടച്ചില്ലെങ്കിൽ പിള്ളേരെ ഇറക്കി വിടും. അത് ഒരാളോട് കടം മേടിച്ചാണ് അടയ്ക്കുന്നത്. അപ്പൊ ആ കടം കൊടുക്കാനായിട്ട് ഈ മീഡിയ കിട്ടിയാലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാപ്പാ. ഇതങ്ങനെ എന്നാ എടുക്കാനാ? പീരുമേട് താലൂക്കിലെ പോപ്സ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള 7 എസ്റ്റേറ്റുകളിലായി താൽക്കാലിക തൊഴിലാളികൾ ഉൾപ്പെടെ 3000-ലധികം പേരാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 4 മാസമായി കമ്പനി ഇവർക്ക് ശമ്പളം നൽകിയിട്ട്. സാമ്പത്തിക പ്രതിസന്ധി എന്ന വാദം ഉയർത്തിയാണ് കമ്പനി തൊഴിലാളികൾക്ക് ശമ്പളം നിഷേധിക്കുന്നത്. ഇതോടെ നിത്യചെലവിന് പോലും ഗതിയില്ലാതെ വലയുകയാണ് തൊഴിലാളികൾ. പിള്ളേർ പഠിക്കാൻ പോകുന്നേ, ഫീസ് കെട്ടണോ? കറണ്ട് ബില്ല് വന്ന്, കറണ്ട് ബില്ല് ഇപ്പം കെട്ടുന്നില്ല. എന്നത്തെ വെച്ചാ കെട്ടുന്നത്? 4 മാസമായി. ഞങ്ങൾ എന്നാ എടുക്കും? എങ്ങനെ പറയാം? അല്ലെങ്കിൽ കേറുമുണ്ടായി എടുത്ത് ഏതാവും ഞങ്ങൾക്ക് ഒരു മറുപടി പറയാമല്ലോ. ഒരുത്തർ വരുന്നില്ല, ഒരുത്തരും ചോദിക്കുന്നില്ല. അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയുന്നേ നാളെ നോക്കാം, ഇന്ന് നോക്കാം. ഒരു ഡേറ്റും പറയുന്നില്ല. ഇപ്പൊ 2 ദിവസം അവധി കേട്ടാക്കുക. ഞങ്ങൾ എന്നാ എടുക്കണം പറ? കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാൻ അരിക്കും അവശ്യ സാധനങ്ങൾക്കുമായി പലചരക്ക് കടക്കാരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേട്. ശമ്പളത്തിന്റെ കാര്യം അവർക്ക് അറിയത്തില്ലെന്നാ പറയുന്ന മാനേജ്മെന്റ്. അവർക്ക് അറിയത്തില്ല. ഞങ്ങൾ നേരത്തെ പോയി വേല മാത്രം ചെയ്യാൻ പറയുന്നുണ്ട്. വേല ചെയ്തിട്ട് ഞങ്ങൾ ശമ്പളം ഇല്ലാതെ എന്നാ എടുക്കാണ്? കടം എത്ര ദിവസം പോയി ഞങ്ങൾ കടം ചോദിക്കാം? 4 മാസം കിട്ടാനുണ്ട്. ഞങ്ങളുടെ ലീവ് കാശ് കൊടുത്തില്ല.
കിട്ടുന്ന ആണെങ്കിലും ഒന്നും കിട്ടുന്നില്ല നമുക്ക്. വലിയ ബുദ്ധിമുട്ടുണ്ട്. പുറത്ത് പണിക്ക് പോയാലേ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് പണിക്കൊക്കെ ഞങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ട്. പോയാലും വലിയ പാടാണ്. വണ്ടിക്കൂലി പിള്ളേർക്ക് ഫീസ് അടയ്ക്കണം. കഴിഞ്ഞ ആഴ്ച 20,000 രൂപ കൊച്ചിന് ഫീസ് അടയ്ക്കണമായിരുന്നു. അത് ഒരാളോട് കടം മേടിച്ചാണ് അടയ്ക്കുന്നത്. അപ്പൊ ആ കടം കൊടുക്കാനായിട്ട് ഈ മീതി കിട്ടിയാലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നിത്യച്ചിലവ് നടത്താൻ ഇവരിൽ പലരും ഇപ്പോൾ പുറത്ത് പണിക്ക് പോവുകയാണ്. എസ്റ്റേറ്റിൽ സ്ഥിരമായി പണിക്ക് ചെല്ലാതിരുന്നാൽ ഇവിടെ നിന്നും പുറത്താക്കപ്പെടും. ശമ്പളത്തിന് പുറമെ കമ്പിളിക്കാശ്, മെഡിക്കൽ അലവൻസ്, ലീവ് കാശ് എന്നിവയും തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. യൂണിയനുകൾ ഒറ്റയ്ക്കും കൂട്ടായും പലതവണ സമരം നടത്തിയിട്ടും ഫലമുണ്ടായില്ല. തൊഴിലാളികൾ കഴിഞ്ഞ 6 മാസമായി സമരത്തിന്റെ പാതയിലാണ്. ഇത്രമാത്രം സമരം നടത്തുമ്പോഴും നിവേദനം നൽകുമ്പോഴും അതിനെയൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വകുപ്പ് ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. എസ്റ്റേറ്റിലെ മാനേജർമാരാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്. അവരോട് ഞങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടും എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല എന്നാണ് മാനേജ്മെന്റ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കുറെ കൂടി ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനകളിലാണ്. പ്രതിഷേധ സൂചകമായി തൊഴിലാളികൾ പണിയെടുക്കുന്ന സമയത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി ശിക്ഷണ നടപടി സ്വീകരിക്കുമെന്നുള്ള നോട്ടീസും മാനേജ്മെന്റ് എസ്റ്റേറ്റിൽ പതിച്ചിരിക്കുകയാണ്. സുബിൻ തോമസ്, ജനം, ഇടുക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം വീണ്ടും അവതാളത്തിലേക്ക്. നീതി മെഡിക്കൽ സ്റ്റോർ വഴിയുള്ള മരുന്ന് വിതരണം ഏപ്രിൽ 1 മുതൽ നിർത്തിവെക്കാൻ സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ തീരുമാനം. 4.77 കോടി രൂപ സർക്കാർ കുടിശ്ശിക വരുത്തിയതോടെയാണ് തീരുമാനം. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നു. ഗൂഗിൾ, നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണ പ്രതിസന്ധി. ഇടയ്ക്ക് ഒന്ന് സർക്കാർ കുടിശ്ശികയിൽ ഒരു ചെറിയ അളവ് തിരിച്ചടച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ മരുന്ന് വിതരണം വീണ്ടും പുനരാരംഭിച്ചതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും മരുന്ന് വിതരണം അവതാളത്തിലായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ മെയ് മാസം മുതലുള്ള മരുന്ന് വിതരണം നൽകിയ വകയുള്ള കുടിശ്ശികയാണ് ഇപ്പോൾ കോഴിക്കോട് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടാനുള്ളത്. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായിട്ടാണ് സിറ്റി സഹകരണ ബാങ്ക് കരാറിലായിട്ടുള്ളത്. 3 മാസം കൂടുമ്പോൾ ഈ മരുന്ന് വിതരണം നൽകുന്ന പണം ലഭ്യമാക്കണം അല്ലെങ്കിൽ നൽകണം എന്നാണ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായിട്ട് കോഴിക്കോട് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് കരാറിലായിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും 6 മാസം വരെ ആകാറുണ്ട്, അല്ലെങ്കിൽ 7 മാസം വരെ ആകാറുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ പണം കിട്ടുന്നതിനാലാണ് ഒരുപാട് നാളുകളായിട്ട് ഇത്തരത്തിൽ മരുന്ന് വിതരണം നടത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസം മുതൽ ഉള്ള കുടിശ്ശിക ലഭ്യമാകാതെ ആയതോടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മരുന്ന് വിതരണം നിർത്തിവെക്കുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിലേക്ക് കോഴിക്കോട് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് എത്തിയിട്ടുള്ളത്. 4.77 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. പലതവണ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ മരുന്ന് വിതരണം നടപ്പിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നതോടുകൂടിയിട്ടാണ് ഇത് നിർത്തലാക്കുന്നത് എന്ന കാര്യമാണ് ഈ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കത്തും നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായിട്ടാണ് കരാർ. അതായത് സർക്കാരിന്റെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടി നീതി മെഡിക്കൽ സ്റ്റോർ വഴിയാണ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഈ മരുന്ന് വിതരണം നൽകുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ ഇവർക്കുള്ള കുടിശ്ശിക 4.77 കോടി രൂപയുടെ കുടിശ്ശിക ഉടനടി തന്നെ വിതരണം ചെയ്തില്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ ഈ നീതി മെഡിക്കൽ സ്റ്റോറുകൾ വഴി ഈ മരുന്ന് വിതരണം നടത്തുന്നത് നിർത്തലാക്കുമെന്നാണ് ഈ കോഴിക്കോട് സിറ്റി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് അറിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 200 കോടിയിലധികം രൂപ സർക്കാരിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ലഭിക്കാറുണ്ട്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തെ ബാധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമരങ്ങൾ ഉണ്ടായിരുന്നു. മാസങ്ങൾ നീണ്ടുനിന്ന സമരങ്ങൾക്കൊടുവിലാണ് 2 മാസത്തേക്ക് കുടിശ്ശിക നൽകുകയും പിന്നീട് മരുന്ന് വിതരണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ കരാറുകളിൽ ഏർപ്പെട്ടിട്ടാണ് ഹോസ്പിറ്റലുകളിലേക്ക് മരുന്ന് വിതരണം നടത്തുന്നത്. അങ്ങനെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇപ്പോൾ കുടിശ്ശിക ലഭിക്കാനുണ്ട് എന്ന പേരിൽ മരുന്ന് വിതരണം നിർത്തലാക്കുന്ന സാഹചര്യമാണുള്ളത്. സാധാരണക്കാരെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതുമാണ്. പക്ഷേ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലവിലുള്ളത്. ഇപ്പോൾ പ്രധാനമായും മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് കോഴിക്കോട് സിറ്റി സഹകരണ ബാങ്കാണ്. അവർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക ലഭ്യമായില്ലെങ്കിൽ കാസ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ പദ്ധതികൾക്കായിട്ട് നീതി മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്ന മരുന്നുകൾ നിർത്തലാക്കാനാണ് അവരുടെ തീരുമാനം. രോഹിണി, അതായത്
ഗോകുൽ, നമുക്കറിയാം നേരത്തെ മരുന്ന് വിതരണ കമ്പനികൾ ഇത്തരത്തിലുള്ള വിതരണം നിർത്തിവെച്ചിരുന്നു സർക്കാരിന്റെ കുടിശ്ശികയെ തുടർന്ന്. ഇപ്പോൾ നിലവിൽ സിറ്റി സർവീസ് സഹകരണ ബാങ്കും അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. ഓരോ പ്രാവശ്യവും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ സർക്കാരിന് മുന്നിൽ ഇവരൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും താൽക്കാലികമായി എന്തെങ്കിലും നിസ്സാര തുക കുടിശ്ശികയുടെ പേരിൽ അടച്ച് അത് വീണ്ടും പുനരാരംഭിക്കും, വീണ്ടും കുടിശ്ശിക വരുത്തുന്നു. ഈ ഒരു നയം തന്നെയല്ലേ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്? ഒരു ഇടക്കാലത്ത് വലിയ രീതിയിലുള്ള രൂക്ഷമായ മരുന്ന് പ്രതിസന്ധി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അത് കാര്യമായ ഗൗരവത്തിലെടുക്കാൻ സർക്കാരോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പോ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ വാസ്തവം? അതുതന്നെയാണ് ഈ ശസ്ത്രക്രിയ നടത്താൻ ഉപകരണങ്ങളില്ലാത്തതിന്റെ പേരിൽ രോഗികൾ ദിവസങ്ങളോളം ആശുപത്രിയിൽ തങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ അത് വാർത്തയാക്കിയതുമാണ്. ഈ കോഴിക്കോട് സിറ്റി സഹകരണ ബാങ്കുമായിട്ട് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ള കരാർ 3 മാസം കൂടുമ്പോൾ ഇവരുടെ പണം ലഭ്യമാക്കും അല്ലെങ്കിൽ നൽകുമെന്നാണ്. പക്ഷേ പലപ്പോഴും 6 മാസം വരെ ആകാറുണ്ട്. ആ ഘട്ടത്തിലും പണം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഹോസ്പിറ്റലിനുള്ളത്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുന്ന സമയത്ത് സർക്കാരിൽ നിന്ന് 200 കോടിയിലധികം രൂപ ആശുപത്രിക്ക് തന്നെ ലഭിക്കാനുണ്ട് എന്നൊരു മറുപടിയാണ് അവർ പറയുന്നത്. അത് കൈമലർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ വിഷയം അറിയാവുന്നതുമാണ്. നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഈ മരുന്ന് വിതരണക്കാർക്ക് ഈ 6 മാസത്തിലധികം മരുന്ന് വിതരണം നൽകിയതിന്റെ വകയുള്ള 90 കോടിയോളം രൂപ കുടിശ്ശിക ലഭ്യമാകാത്തതിന്റെ പേരിൽ അവർ മരുന്ന് വിതരണം നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തതാണ്. സാധാരണക്കാരായ രോഗികളെ വളരെയധികം ദോഷകരമായി ബാധിക്കുകയും അവർക്ക് മരുന്ന് ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും സ്വകാര്യ ആശുപത്രികളെ തേടി പോകേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. കാരണം മലബാർ മേഖലയിലെ 10,000-കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. സാധാരണക്കാരുടെ ആശ്രയം തന്നെയാണ്. പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതിയുള്ള ആളുകൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നത് പോലെ സാധാരണക്കാർക്ക് സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ചികിത്സ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കുറ്റക്കാർ ആരോഗ്യവകുപ്പ് തന്നെയാണ് എന്നൊരു വിലയിരുത്തലാണ് ഉള്ളത്. നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഈ മരുന്ന് വിതരണക്കാർ കുടിശ്ശിക മരുന്ന് വിതരണം നിർത്തിവെച്ചപ്പോൾ വലിയ അവതാളത്തിലായിരുന്നു അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ. അവിടെ ഇപ്പോൾ 2 മാസത്തെ പണം നൽകി അവരുടെ മരുന്ന് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട ഇപ്പോൾ കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ 1 വർഷത്തോളമായിട്ട് പണം ലഭ്യമാകാത്തതിന്റെ പേരിലാണ് ഇപ്പോൾ മരുന്ന് വിതരണം നിർത്താൻ ഒടുങ്ങുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ ഈ ആശുപത്രി അധികൃതരെ എത്ര തവണ ബന്ധപ്പെട്ടിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഡയറക്ടർ ബോർഡ് ചേർന്നിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയിൽ നിന്ന് പോലും അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണക്കാരായ രോഗികളെ എന്തായാലും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ആശുപത്രി അധികൃതരെ ഈ നീക്കമെന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം മരുന്ന് വിതരണം നിർത്തലാവുന്നത് ഒരു സാധാരണ വാർത്തയായി മാറിയിരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വർധനയുള്ള അപേക്ഷ നിരസിച്ച് സർക്കാർ. പുതിയ തസ്തികകളും ഉപകരണങ്ങളും വാങ്ങുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് വാദം. സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ നയപരമായ തീരുമാനമില്ലെന്നും ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ഡെന്റൽ കോളേജിൽ സീറ്റ് വർധനവിന് സർക്കാർ അനുമതി നൽകിയിരുന്നു. പ്രജിത്ത് മോഹനൻ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, എല്ലാ മേഖലകളിലും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്നുണ്ട്. അതേ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വർധനയ്ക്കുള്ള അപേക്ഷ സർക്കാർ നിരസിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങളാണ് അവർ ഇത് ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായി? രോഹിണി, ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസമാണ് കോതമംഗലത്തുള്ള ഒരു സ്വകാര്യ ഡെന്റൽ കോളേജിന് സർക്കാർ സീറ്റ് വർധനവിനുള്ള അനുമതി നൽകിയത്. ഇത് സംബന്ധിച്ച ഉത്തരവ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നുണ്ടാകും. കഴിഞ്ഞ ദിവസം ആ ഉത്തരവ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ DM പൾമണറി വിഭാഗം പ്രത്യേകമായി DM പൾമണറി മെഡിസിൻ സൂപ്പർ സ്പെഷ്യാലിറ്റി വകുപ്പ് പ്രത്യേകമായി തുടരാനുള്ളൊരു അപേക്ഷ വരുന്നതും അതിനൊപ്പം തന്നെ കൂടുതൽ സീറ്റ് വർധനവുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നതും. ഈ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ അപേക്ഷ നിരസിക്കുകയും പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലൊക്കെ ഇത് സംബന്ധിച്ച പരാതികളൊക്കെ പോവുകയും ചെയ്തതാണ്. എന്നാൽ എന്നിട്ടും സർക്കാരിന് അതിനകത്ത് ഒരു തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഈ പറയുന്ന രീതിയിൽ DM പൾമണറി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം രൂപീകരിക്കാനുള്ള വിഷയത്തിൽ നിരവധി പരിശോധനകൾ നടത്തണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ സർക്കാർ ആദ്യം മുതൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരേ ഒരു നിലപാട് സാമ്പത്തിക പ്രതിസന്ധി മൂലം നിലവിൽ ഇത്തരം ഒരു
പ്രത്യേകമായിട്ടുള്ള സീറ്റ് വർധനവിനോ വകുപ്പുകൾ ഒരു പ്രത്യേക വിഭാഗം തുടങ്ങാനോ ഉള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. അതായത് സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും. ഇത് സംബന്ധിച്ച കൂടുതൽ വിഭാഗങ്ങൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്നത്, ഉപകരണങ്ങൾ വാങ്ങുന്നത്, ആളുകളെ നിയമിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നുള്ള ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇത് സംബന്ധിച്ച ഒരു നയം സർക്കാർ രൂപീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഈ രീതിയിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിന്, പുതിയ സീറ്റുകൾ നൽകുന്നതിന് എന്നടക്കമുള്ള കാര്യങ്ങളിൽ നയപരമായ ഒരു തീരുമാനം സർക്കാർ ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നയപരമായ ഒരു തീരുമാനം വരുന്നത് വരെ ഇത്തരം ആവശ്യങ്ങൾ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മറുപടിയാണ് സർക്കാർ ഈ ആവശ്യങ്ങൾക്കെല്ലാം മുന്നിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന്റെയൊക്കെ ഒരു ഉത്തരവാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. വിവിധ വിഭാഗങ്ങളിൽ ആവശ്യത്തിന് സീറ്റുകളില്ല എന്നുള്ള പരാതികൾ പുറത്തു വന്നിരുന്നു. ഇതൊന്നും സർക്കാർ പക്ഷേ പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ഈ ഉത്തരവിൽ തന്നെ ആരോഗ്യവകുപ്പ് പറയുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ഡെന്റൽ കോളേജിന് വരെ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള അനുമതി കൊടുക്കുന്ന സർക്കാർ, പക്ഷേ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും ആവശ്യമായി വരുന്ന വിവിധ വിഭാഗങ്ങളെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഇത്തരം അനുമതികൾ നൽകുന്നില്ല എന്നുള്ളതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അപര്യാപ്തതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും അവിടെ ഉയർന്നിരുന്നു. സർക്കാർ കൃത്യമായ പരിഗണന നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സാപരമായിട്ടുള്ള പല വീഴ്ചകളും അവിടെ സംഭവിക്കുന്നതായി നിരവധി തവണയാണ് പരാതികൾ ഉയർന്ന. ആ പരാതികളൊന്നും സർക്കാർ കൃത്യസമയത്ത് ഇടപെടുകയോ അല്ലെങ്കിൽ അതിൽ കുറ്റക്കാരായവരെ ശിക്ഷിക്കുന്നതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ്. പിന്നീട് ഈ പറയുന്ന പരാതികൾക്കെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായി ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത്, ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത്, വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളില്ലാത്തതിനടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടും സർക്കാർ അതിൽ കൃത്യമായൊരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. രോഹിണി. അതെ, പ്രജിത്ത് തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി പ്രജിത്തിൽ നിന്നും തേടേണ്ടതുണ്ട്. പുനർനിയമനം നൽകിയ ഉദ്യോഗസ്ഥരുടെ ശമ്പള വിവരം മറച്ചുപിടിച്ച് സർക്കാർ. വിവരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ക്യാബിനറ്റ് റാങ്കിൽ വരെ വിരമിച്ച ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റിയ ശേഷമാണ് സർക്കാരിൻ്റെ ഈ ഒളിച്ചുകളി. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നമ്മൾ ഈ വാർത്തയ്ക്ക് തൊട്ട് മുൻപ് റിപ്പോർട്ട് ചെയ്ത രണ്ട് വാർത്തകൾ, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വലിയ രീതിയിലുള്ള മരുന്ന് വിതരണം, അത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. കുടിശ്ശികയടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ തിരിച്ചടയ്ക്കുന്നില്ല, അതിൻ്റെ ഫലമായി. അത് കഴിഞ്ഞ് പ്രജിത്തിലേക്ക് വരുമ്പോൾ പ്രജിത്ത് തന്നെ പറഞ്ഞു, പുതിയ തസ്തികകളും ഉപകരണങ്ങളും ഒക്കെ ഇനിയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ഈ സീറ്റിൻ്റെ വർധനവിലടക്കം ഇപ്പോൾ സർക്കാർ പിന്നോട്ട് പോകുന്ന ഒരു തീരുമാനം. ഇവിടെയെല്ലാം സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. പക്ഷേ എത്ര ഇരട്ടത്താപ്പ് നിറഞ്ഞ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടക്കുന്നത് എന്നുള്ളതാണ്. അതായത് പുനർനിയമനം നൽകുന്നു ഉദ്യോഗസ്ഥർ, അവരുടെ ശമ്പള വിവരം മറച്ചുപിടിക്കുന്നു. ഈ വിവരങ്ങളൊക്കെ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളൊരു പൊതു ന്യായമായി നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇതിനെയൊക്കെ അട്ടിമറിക്കുന്ന ഒരു നയം തന്നെയാണ് സർക്കാർ തുടരുന്നത്. സർക്കാരിൻ്റെ യഥാർത്ഥ ഇരട്ടത്താപ്പ് തന്നെയല്ലേ ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത്? രോഹിണി, 3 ചോദ്യങ്ങളാണ് നിയമസഭയിൽ വന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, മിഷനുകൾ എന്നിവിടങ്ങളിൽ സർക്കാർ സർവീസിൽ നിന്ന് ലഭിച്ച ശേഷവും പുനർനിയമനം ലഭിച്ചവരെ കുറിച്ചായിരുന്നു ഈ ചോദ്യങ്ങൾ. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇവർക്ക് കരാർ റീ എംപ്ലോയ്മെന്റ് വ്യവസ്ഥകളിൽ നിയമനം ലഭിച്ചവരെ കുറിച്ചും അവർക്ക് നിയമനം ലഭിച്ചതിനെ കുറിച്ചും മറുപടി നൽകണമെന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം IAS IPS തസ്തികകളിൽ നിന്ന് ലഭിച്ച എത്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന രീതിയിൽ പുനർനിയമനം നേടിയിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകണം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ പുനർനിയമനം ലഭിച്ചത് കൊണ്ട് തന്നെ സംസ്ഥാന ഖജനാവിന് ഏത് രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത വന്നിട്ടുണ്ട്, എത്ര രൂപ സർക്കാർ ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളതായിരുന്നു. എന്നാൽ ഈ 3 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള ഒരേ ഒരു മറുപടി വിവരം ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു നിയമനത്തെ പറ്റിയും സർക്കാരിന് ഒരു ബോധ്യവുമില്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ കൈവശം ഒരു വിവരവുമില്ല എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയത്. ഇനി ചില പ്രമുഖരുടെ പേരുകളിലേക്ക് നമുക്ക് വരാം. മുൻ
ചീഫ് സെക്രട്ടറി KM ഇബ്രാഹിം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കുണ്ട്. ഒപ്പം കിഫ്ബിയിലും അദ്ദേഹത്തിന് ചുമതല നൽകിയിരിക്കുന്നു. മുൻ ചീഫ് സെക്രട്ടറി VP ജോയി പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനായിരിക്കുന്നു. K ജയകുമാർ IAS IMG ഡയറക്ടറായിരിക്കുന്നു. മുൻ DGP ലോക്നാഥ് ബെഹ്റ അദ്ദേഹം കൊച്ചിൻ മെട്രോയുടെ ചുമതലയിരിക്കുന്നു. ADGP B സന്ധ്യ തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥരാണ് ഈ രീതിയിൽ സർവീസിൽ നിന്ന് സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം പുനർനിയമനം നേടിയിട്ടുള്ളത്. ഇവർക്ക് പല വകുപ്പുകൾ അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലും പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കൊച്ചിൻ മെട്രോ പോലെയുള്ള കേരളത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള വിവിധ പദ്ധതികളിലും ഒക്കെ ഇവർക്ക് ഈ രീതിയിൽ ചുമതലകൾ നൽകിയിട്ടുണ്ട്. വൻ ശമ്പളവുമാണ് ഇവർക്ക് നൽകുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ പല സമയത്തും ചോദിക്കുമ്പോഴും സർക്കാർ മൗനം പാലിക്കുന്നുവെങ്കിലും ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത സംസ്ഥാനം സൃഷ്ടിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ഈ പുനർനിയമനങ്ങൾ നൽകുന്നത് സർക്കാർ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിയമനങ്ങളെല്ലാം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ സമ്മതപ്രകാരമാണ്. വിരമിച്ച ഇത്രയും സീനിയറായിട്ടുള്ള IPS IAS ഉദ്യോഗസ്ഥരെയൊക്കെ വിവിധ ചുമതലകളിലേക്ക് കൊണ്ടുവരുന്നത് അത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള താല്പര്യപ്രകാരമാണ്. പക്ഷേ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇവരുടെ ഒരു കണക്കുകളും ബാക്കിയില്ല എന്നുള്ളത്. അതായത് ഇവർക്ക് നൽകുന്ന സാമ്പത്തിക അല്ലെങ്കിൽ ഇവർക്ക് നൽകുന്ന വേതനങ്ങൾ, ഇവർക്ക് നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ സർക്കാർ നിയമസഭയിൽ മൗനം തുടരുകയാണ്. ഈ വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. കാരണം പലപ്പോഴും പല സർവീസുകളിലും പല സ്ഥാപനങ്ങളിലും ഒക്കെ ഈ രീതിയിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള പ്രൊമോഷൻ പ്രക്രിയ തടസ്സപ്പെടുകയും അതുവഴി കൂടുതൽ ഒഴിവുകൾ വരുന്ന സാഹചര്യം ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് സർക്കാർ ചെയ്തതെന്നുള്ള രീതിയിലുള്ള വലിയ വിമർശനം നേരത്തെ തന്നെയുണ്ട്. ഈ പറയുന്ന രീതിയിൽ ഒപ്പം ഇവരുടെയൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നൽകുന്ന ശമ്പളം, ഇവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ, ഇവർക്ക് നൽകുന്ന മറ്റ് സൗകര്യങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള വിവരാവകാശ മറുപടിയിലും അല്ലെങ്കിൽ വിവരാവകാശ ചോദ്യങ്ങളിലും സർക്കാർ പലപ്പോഴും മൗനം പാലിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയധികം ഉദ്യോഗസ്ഥരെ ഈ പറയുന്ന രീതിയിൽ പുനർനിയമനം നൽകിയിട്ടും അതിന്റെ വിവരങ്ങൾ സംസ്ഥാന നിയമസഭയിൽ പോലും നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വലിയ വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും സർക്കാർ ആകെ നൽകുന്നത് ക്രോഡീകരിച്ച് വിവരങ്ങൾ സർക്കാരിന്റെ കൈവശമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ള സാഹചര്യം സർക്കാർ പലപ്പോഴും നിഷേധിക്കുന്നതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിരവധി തവണ നിയമസഭയിലടക്കം ഉന്നയിക്കപ്പെട്ടതാണ്. എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും സർക്കാർ തങ്ങളുടെ കയ്യിൽ ഈ വിവരങ്ങൾ ഇല്ല എന്നുള്ളൊരു മറുപടി നൽകി ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി വിവരങ്ങളില്ല, ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ മറുപടി നൽകി പല വിവാദ വിഷയങ്ങളിലും സർക്കാർ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വിവരാവകാശ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ തന്നെ പല വിഷയങ്ങളിൽ സർക്കാരിന് മുമ്പിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന പാർട്ടികളെ പറ്റി അല്ലെങ്കിൽ വിരുന്ന് സൽക്കാരങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകുന്നില്ല. മന്ത്രി സജി ചെറിയാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകുന്നില്ല. ഒപ്പം മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ച സഹകരണ വകുപ്പിലെ ഈ പറയുന്ന രീതിയിലുള്ള സഹകരണ സംഘങ്ങൾ നടത്തുന്ന റവന്യൂ റിക്കവറികൾ, അത് ലോണുകൾ ഉണ്ടെങ്കിൽ വീടുകൾ ഉള്ള സ്ഥലങ്ങൾ ജപ്തി ചെയ്യില്ല എന്നുള്ളൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയിരുന്നു. അത്തരം ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യത്തിനും വ്യക്തമായൊരു മറുപടി നൽകാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ വിവരാവകാശ നിയമത്തെയും അതോടൊപ്പം തന്നെ നിയമസഭയിലെ അവകാശത്തെ വരെയും സർക്കാർ ഈ രീതിയിൽ ഉള്ള വിവരങ്ങൾ ഇല്ല എന്നുള്ള ഒറ്റ മറുപടിയിൽ സർക്കാർ ഇല്ലാതാക്കുന്നു എന്നൊരു വലിയ പ്രശ്നം നിലനിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം നിയമിച്ചത് മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ വിരമിച്ച നിരവധി IAS IPS ഉദ്യോഗസ്ഥർ തസ്തികകളിൽ തുടരുന്നുണ്ട്. അവർക്ക് വേണ്ടി സർക്കാർ ലക്ഷങ്ങളും കോടികളും ഒക്കെ ചെലവഴിക്കുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചുള്ള ഒരു വിവരം നിയമസഭയിൽ പോലും മറുപടി നൽകാൻ സർക്കാർ തയ്യാറാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ സാഹചര്യം. തീർച്ചയായും സർക്കാരിന്റെ ഒളിച്ചുകളി ഇങ്ങനെ വിവിധ കാര്യങ്ങളിൽ തുടരുന്ന ഒരു നയം തന്നെയാണ് കാണുന്നത്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. പുതൻപുലരിയുടെ 1 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കി വരാം. മ്യാൻമർ ഭൂചലനത്തിൽ കനത്ത നാശനഷ്ടം. 150-ലേറെ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിയ നിരവധി പേർ. 700-ലധികം പേർക്ക് പരിക്ക്. സഹായം വാഗ്ദാനം ചെയ്ത ഭാരതവും അമേരിക്കയും. 15 ടൺ അവശ്യ വസ്തുക്കളുമായി ഇന്ത്യൻ വ്യോമസേനാ വിമാനം ദുരന്ത മേഖലയിലേക്ക്. വിരമിച്ച ഉദ്യോഗസ്ഥരെ ക്യാബിനറ്റ് റാങ്കിൽ വരെ തിരുകി കയറ്റി പിണറായി സർക്കാർ. പുനർനിയമനം നൽകിയ ഉദ്യോഗസ്ഥരുടെ ശമ്പള വിവരം രഹസ്യം. വിവരങ്ങൾ ക്രോഡീകരിച്ചില്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി.
കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കൂടുതൽ CPM നേതാക്കൾ പ്രതിപ്പട്ടികയിലേക്ക്. EDക്കെതിരെ സമര പ്രതിരോധം തീർക്കാൻ പാർട്ടി നീക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നു വിതരണം വീണ്ടും അവതാളത്തിൽ. നീതി മെഡിക്കൽ സ്റ്റോർ വഴിയുള്ള വിതരണം നിർത്തിവെക്കാൻ സഹകരണ ബാങ്കിന്റെ തീരുമാനം. നടപടി 4.77 കോടി രൂപ സർക്കാർ കുടിശ്ശിക വരുത്തിയതോടെ. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന ആത്മഹത്യാ കേസുകൾ. 4 വർഷത്തിനിടെ ജീവനൊടുക്കിയത് 39,877 പേർ. ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്തത് തിരുവനന്തപുരം ഗ്രാമീണ മേഖലയിൽ. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തളച്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ചലഞ്ചേഴ്സ് സ്വന്തമാക്കിയത് 50 റൺസിന്റെ വിജയം. അർദ്ധ സെഞ്ചുറി നേടിയ രജത് പട്ടീദാർ കളിയിലെ താരം. ഇന്ന് ആദ്യ ജയം തേടി മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും നേർക്കുനേർ. നേപ്പാൾ ഹിന്ദു രാഷ്ട്രമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം. അഴിമതി സർക്കാർ പുറത്തുപോകണമെന്നും രാജഭരണം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് 10,000 തെരുവിലിറങ്ങി. കാഠ്മണ്ഡുവിൽ കർഫ്യൂ. സംഘർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. നേപ്പാളിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നേപ്പാളിന്റെ ഭരണസ്ഥിതിയിൽ മാറ്റം വരുത്തണമെന്നും രാജ്യഭരണം തിരിച്ചു കൊണ്ടുവരണമെന്നും ഹിന്ദു രാഷ്ട്രമായി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആഹ്വാനങ്ങളും പ്രതിഷേധങ്ങളും അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളുമെല്ലാം തന്നെ തുടർന്നു വരികയാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ 10,000-കണക്കിന് ആളുകൾ കാഠ്മണ്ഡുവിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവിലിറങ്ങിക്കൊണ്ട് നേപ്പാളിന്റെ പതാകയും ഒപ്പം പഴയ രാജാവ് ജ്ഞാനേന്ദ്ര ഷായുടെ ചിത്രം ഉൾപ്പെടുന്ന പോസ്റ്ററുകളും ഒപ്പം അഴിമതി സർക്കാർ പുറത്തു പോകണം, നേപ്പാളിനെ തിരിച്ചു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നേപ്പാളിന്റെ പുരോഗതിക്ക് വേണ്ടി ഹിന്ദു രാഷ്ട്രം പുനഃസ്ഥാപിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടുമാണ് 10,000 നേപ്പാളിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡുവിനും സമീപ പ്രദേശങ്ങളിലുമെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പ്രതിഷേധം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുകയും തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിൽ 45-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിലവിൽ KP ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ തീവ്ര ഇടതുപക്ഷ രീതിയിൽ അല്ലെങ്കിൽ തീവ്ര ഇടതുപക്ഷ നയം മുൻപോട്ട് വെച്ചുകൊണ്ട് നേപ്പാളിനെ തകർക്കുകയും അഴിമതിയിലൂടെ നേപ്പാളിന്റെ പുരോഗതി ഇല്ലാതാക്കുകയുമാണ് നിലവിലെ സർക്കാരുകൾ ചെയ്യുന്നത് എന്ന വലിയ ആരോപണമാണ് രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി ഉൾപ്പെടെയുള്ള നേപ്പാളിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം രാജ്യഭരണത്തെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ജനസംഖ്യ പരിശോധിക്കുമ്പോൾ മൃഗീയ ഭൂരിപക്ഷവും ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള നേപ്പാളിൽ 2008 വരെ 2006 മുതൽ രാജ്യഭരണത്തിന്റെ സംവിധാനങ്ങളിൽ വീഴ്ച വന്നെങ്കിലും ഏറ്റവും ഒടുവിൽ രാജ്യഭരണം പൂർണ്ണമായും അവസാനിക്കുന്നത് നേപ്പാളിൽ 2008-ലാണ്. അതിനുശേഷം വന്നിട്ടുള്ള സർക്കാരുകൾ KP ഒലി ശർമ്മ അവിടെ നിരവധി പ്രധാനമന്ത്രിയായി മുൻപും വന്നിട്ടുണ്ട്. കൂടാതെ തീവ്ര ഇടതുപക്ഷ നയം സ്വീകരിക്കുന്ന നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒപ്പം അതിനു മുൻപ് നേപ്പാളി കോൺഗ്രസ് പാർട്ടികളുടെയും സർക്കാരുകൾ മുൻപോട്ട് വന്നെങ്കിലും ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്നുള്ളത് ഈ സർക്കാരുകൾ മുൻപ് രാജ്യഭരണം നടന്നിരുന്ന കാലത്തെ പുരോഗതിയും ക്ഷേമ പ്രവർത്തനങ്ങളും ഈ സർക്കാരുകൾ നടത്തുന്നില്ല എന്ന വലിയ ആരോപണമാണ് നേപ്പാളിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, സർക്കാരുകൾ നടത്തുന്ന അഴിമതി ഒപ്പം ജനങ്ങൾക്ക് ലഭ്യമാകുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് അഴിമതി സർക്കാർ പുറത്തു പോകണമെന്നും നേപ്പാൾ വീണ്ടും ഹിന്ദു രാഷ്ട്രമായി പുനഃസ്ഥാപിച്ചുകൊണ്ട് രാജ്യഭരണം കൊണ്ടുവരണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് വലിയ വിഭാഗം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ രാജ്യഭരണം തന്നെ വീണ്ടും വരണം എന്നാവശ്യപ്പെടുമ്പോൾ അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പ്രതിഷേധത്തിനിറങ്ങുന്ന ആളുകൾ ഒപ്പം രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് മുൻപ് രാജ്യഭരണം ഉണ്ടായിരുന്നപ്പോൾ നേപ്പാളിലെ ജനങ്ങൾക്ക് ലഭിച്ചിരുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ സൗകര്യങ്ങൾ, നേപ്പാളിൽ ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവയൊന്നും തന്നെ നിലവിൽ രാഷ്ട്രീയ പാർട്ടികളുടെ
ഭരണത്തിനും സർക്കാരിനും കൊണ്ടുവരാൻ സാധിക്കില്ല എന്നും സർക്കാരുകൾ അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് എന്നാണ് ജനങ്ങൾ വലിയ രീതിയിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ നേപ്പാളിൽ വീണ്ടും ഹിന്ദു രാഷ്ട്രം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി അത്തരത്തിലുള്ള ആഹ്വാനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അത് അതിശക്തമായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി പരസ്യമായി ഇത്തരത്തിൽ ജ്ഞാനേന്ദ്ര ഷാ രാജാവിൻ്റെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടും നേപ്പാളിൻ്റെ പതാക ഏന്തിക്കൊണ്ടുമുള്ള വലിയ ജനക്കൂട്ടം നേപ്പാളിൽ തടിച്ചുകൂടുകയാണ്. അതുകൊണ്ട് തന്നെ KP ശർമ്മ ഒലി സർക്കാരിന് എത്രത്തോളം ഈ ജനരോക്ഷത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ നോക്കേണ്ടത്. വലിയ പ്രതിഷേധമാണ് കാഠ്മണ്ഡു ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നടക്കുന്നത്. അതെ ജിഷ്ണു, അതോടൊപ്പം ബംഗാളിലെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമത്തിന്റെ വാർത്തയുടെ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് മുസ്ലിം ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നതായാണ് BJP ആരോപിക്കുന്നത്. അതിനിടെ സിലിഗുരിയിൽ മമതയുടെ കോലം കത്തിച്ച് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. ജിഷ്ണു, എന്തായാലും ഈ മാൾഡയിൽ ഹിന്ദുക്കൾക്ക് നേരെ കൃത്യമായി ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അതിക്രമം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. നിയമം കയ്യിലെടുക്കുന്നൊരു പ്രവണത തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയല്ലേ ഇതിനെതിരെ ഉയരുന്നത്? രോഹിണി, രാമനവമി ആഘോഷം വരാനിരിക്കുകയാണ്. അതിന്റെ ആഘോഷ പരിപാടികൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പശ്ചിമ ബംഗാളിൽ മാൾഡയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിന്ദു ഭവനങ്ങൾ തേടിപ്പിടിച്ചുകൊണ്ടും കടകൾ ലക്ഷ്യം വെച്ചുകൊണ്ടും വാഹനങ്ങൾ അടിച്ചു തകർത്തുകൊണ്ടും വലിയ സംഘർഷം, കലാപത്തിന് സമാനമായൊരു സംഘർഷം കഴിഞ്ഞ ദിവസങ്ങളിൽ മാൾഡയിൽ അരങ്ങേറിയത്. അവിടെയും പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ, ഒപ്പം പ്രദേശവാസികൾ സംസാരിക്കുന്ന ഫൈറ്റുകൾ പരിശോധിക്കുമ്പോഴും വലിയൊരു ജനക്കൂട്ടം മുസ്ലിം വിഭാഗം തടിച്ചുകൂടുകയും അവർ ഹിന്ദു ഭവനങ്ങൾ തേടിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുക്കളെ തേടിപ്പിടിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത്. യാതൊരു തരത്തിലും ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുണ്ടായ സംഘർഷമല്ല, വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഹിന്ദുക്കൾക്കെതിരെ നടത്തിയിട്ടുള്ള സംഘർഷമാണ് മാൾഡയിൽ അരങ്ങേറിയത് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളും പ്രദേശവാസികളുടെ ഫൈറ്റുകളും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. അതിന് ശക്തമായ പ്രതിഷേധം കൊൽക്കത്തയിലും സിലിഗുരിയിലും പശ്ചിമ ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിലും ഹൈന്ദവ സംഘടനകളും BJPയും സംഘടിപ്പിക്കുകയാണ്. BJP ഉൾപ്പെടെ ആരോപിക്കുന്നത് പശ്ചിമ ബംഗാളിൽ വോട്ട് ബാങ്ക് നിലനിർത്തുന്നതിനായി ഇസ്ലാമിക ഭീകരവാദത്തിന് മമതാ ബാനർജി കൂട്ടുനിൽക്കുന്നു എന്ന വലിയ ആരോപണമാണ് BJP. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സുപ്രീം കോടതി നിരോധിച്ച ഓൺലൈൻ പടക്ക വ്യാപാരം സംസ്ഥാനത്ത് വീണ്ടും സജീവമാകുന്നു. തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള സംഘങ്ങളുടെ ഓൺലൈൻ പടക്ക വ്യാപാരം വ്യാപകമായതോടെ ചെറുകിട കച്ചവടക്കാരെയും അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്ഫോടക വസ്തുക്കൾ ഓൺലൈൻ വഴി കൈകാര്യം ചെയ്യുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 2018 ഓൺലൈൻ പടക്ക വ്യാപാരം സുപ്രീം കോടതി നിരോധിച്ചത്. എന്നാൽ ഈ നിരോധനം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഓൺലൈൻ പടക്ക വ്യാപാരം തകൃതിയായി നടക്കുന്നത്. വിഷു അടുത്തിരിക്കെ ഓൺലൈൻ പടക്ക വ്യാപാരം സംസ്ഥാനത്തെ പടക്ക കച്ചവടക്കാരെ സാരമായി ബാധിക്കും. മറ്റ് പാഴ്സലുകളുടെ കൂടെ പടക്കങ്ങൾ കൊണ്ടുവരുന്നത് അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. കച്ചവടം ചെയ്യുന്നത് സ്ഫോടക വസ്തുക്കൾ ആയതുകൊണ്ട് തന്നെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ്. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ സാധനങ്ങൾ സ്ഫോടക വസ്തുക്കളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൻ്റെ മറവിൽ രാജ്യവിരുദ്ധ ശക്തികളായാലും ദേശവിരുദ്ധ ശക്തികളൊക്കെ വലിയ സ്ഫോടക ശേഖരം തന്നെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യത കൂടി നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസും അതുപോലെയുള്ള എല്ലാ വകുപ്പുകളും ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്ന് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓൺലൈൻ പടക്ക വ്യാപാരം കാരണം സർക്കാരിന് ലഭിക്കേണ്ട നികുതിയാണ് ചോർന്നു പോകുന്നത്. നിയമവിരുദ്ധമാണ്, സർക്കാരിന് നഷ്ടമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി സമൂഹത്തിൽ നിന്നുള്ളവരുടെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പോലീസ് അധികാരികളും ഇതോടനുബന്ധിച്ച് GST കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേക സഹകരണം ഉണ്ടാവണം. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച പടക്ക വ്യാപാരം നടത്തുന്ന വ്യാപാരികളുടെ നട്ടെല്ലൊടിക്കുന്നതാണ് ഓൺലൈൻ വ്യാപാരം എന്നാണ് പരാതി. അതേസമയം ഓൺലൈൻ പടക്ക വ്യാപാരം തടയണമെന്നും കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കണ്ണൂർ ജില്ലാ കലക്ടർക്കും DIGക്കും GST ഡിപ്പാർട്ട്മെന്റിനും പരാതി നൽകിയിട്ടുണ്ട്. ജനം, കണ്ണൂർ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, സുപ്രീം കോടതി നിരോധിച്ചതാണ് ഓൺലൈൻ പടക്ക വ്യാപാരം. പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോൾ അത് വീണ്ടും സജീവമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത് അപകട സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. പിന്നീടും എങ്ങനെയാണത് സജീവമാകുന്നത് ഇത്തരത്തിലുള്ള വ്യാപാരം?
രോഹിണി, നമുക്കിപ്പോൾ ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ നിരവധി ഓൺലൈൻ പടക്ക വ്യാപാരികളെ കാണാൻ സാധിക്കും. അതൊക്കെ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ളതാണ്. നിലവിൽ സുപ്രീം കോടതി നിരോധിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി മാർഗം ണ്ട് ഇതിനെതിരെ വേണം എന്നുള്ള കാര്യം. എന്നാൽ ഇതൊക്കെ ഇത് ഓൺലൈനായി വ്യാപാരം നടക്കുക, ഇതിൽ സ്ഫോടനം ദുരുപയോഗം ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ അത് ഓൺലൈനായി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റ് പാർസലുകളുടെ കൂടെയായിരിക്കും ആ പടക്കങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആപത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തി വലുതായിരിക്കും എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നിരവധി ചെറുകിട പടക്ക വ്യാപാരികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ പടക്ക വ്യാപാരികളുടെ ഒക്കെ തന്നെ നട്ടലൊടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഓൺലൈൻ പടക്ക വ്യാപാരം സജീവമായി തന്നെ നടക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് നമുക്കറിയാം ഒരു വ്യാപാരം നടക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ നിയമ സംവിധാനങ്ങളുണ്ട്. അതിന് കൃത്യമായി ടാക്സ് അടയ്ക്കണം. നമ്മൾ GST അടക്കം അടച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരികെ വാർത്തകളിലേക്ക്. AP വിഭാഗം സമസ്തയ്ക്ക് പിന്നാലെ സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനൊരുങ്ങി EK സമസ്തയും. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കിയതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. നമുക്ക് ഈ വാർത്തയിലേക്ക് എത്താം. അതിന് മുൻപ് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക്. ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് പാസാക്കിയ സുപ്രധാനമായിട്ടുള്ള ഒരു ബില്ല്, അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. അനധികൃത കുടിയേറ്റം തടയാൻ വേണ്ടിയിട്ടുള്ള ബില്ലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റ് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് പാസാക്കിയത്. രാജ്യത്ത് ഭീകരവാദം മാത്രമല്ല, ലഹരി ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ ഉതകുന്നതാണ് ഈ ബില്ല്. ആ നിലയിൽ കേരളത്തിന് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു ബില്ലാണിത്. നമ്മുടെ രാജ്യത്തേക്ക് ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എത്തിച്ചേരുന്നത് അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നാണ്. കേരളം ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾക്ക് വിധേയമായിട്ടുള്ള, കേരളത്തെ ബാധിച്ചിട്ടുള്ള ഒരു വിഷയമാണിത്. കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അഥവാ അതിഥി തൊഴിലാളികൾ എന്നുള്ള പേരിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളിൽ വലിയ സംഖ്യ വിദേശികളായിട്ടുള്ള ആളുകൾ, ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അവരിലൂടെയും ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ എത്തുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഈ കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് കുത്തിവെപ്പിൻ്റെ പേരിൽ അസുഖബാധിതരായിട്ടുള്ള, മാരകമായിട്ടുള്ള രോഗങ്ങൾ പടർന്ന് എത്തിയിട്ടുള്ള ആളുകളിൽ ഇതുപോലെയുള്ള ആളുകൾ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള വസ്തുതയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ തരത്തിലുള്ള ഈ നിയമം കൊണ്ടുവരുമ്പോൾ അതിനെതിരായിട്ട് കോൺഗ്രസും CPM-ഉം എടുക്കുന്ന സമീപനം, ആ സമീപനം ലഹരിക്കെതിരായിട്ടുള്ള കേരളത്തിൻ്റെ പോരാട്ടത്തെ ദുർബലമാക്കുന്നതാണ്. ലഹരിക്കെതിരായിട്ടുള്ള രാജ്യത്തിൻ്റെ പോരാട്ടത്തെ ദുർബലമാക്കുന്നതാണ്. കോൺഗ്രസ്സിന് ഇത്തരം ആളുകളോടുള്ള സമീപനം എന്താണ് എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഈ അടുത്ത ദിവസം ആലുവയിൽ 27 ബംഗ്ലാദേശികളെ അനധികൃതമായി താമസ സൗകര്യമൊരുക്കി അവർക്കവിടെ താമസിക്കാനുള്ള സൗകര്യമൊരുക്കിയത് പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ടുള്ള സഹപ്രവർത്തകനാണ് എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. കോൺഗ്രസിൻ്റെ അവിടുത്തെ മണ്ഡലം വൈസ് പ്രസിഡൻ്റാണ് അതിൻ്റെ പേരിൽ അറസ്റ്റിലായ ആൾ. അങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ഈ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന
തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാൾക്കെതിരായിട്ട് പോലും കോൺഗ്രസോ ലീഗോ CPM-ഓ ശക്തമായിട്ടുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഇത്തരം കാര്യങ്ങളോടുള്ള പ്രതിപക്ഷത്തിൻ്റെ സമീപനം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് അനധികൃത കുടിയേറ്റം തടയാനുള്ള നിയമം, ആ നിയമം കർശനമായിട്ട് കേരളത്തിൽ പ്രാവർത്തികമാക്കണം, കേരളത്തിൽ നടപ്പിലാക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാട്, ആ രാഷ്ട്രീയ നിലപാട് അഥവാ CPM-ൻ്റെ രാഷ്ട്രീയ നിലപാട് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയും കേരളത്തിലെ സാധാരണക്കാരുടെ ജീവനടക്കം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരിയും, അതിനെ തടയണമെങ്കിൽ ഈ നിയമം കർശനമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയേ മതിയാകൂ എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ മാസപ്പടി കേസിൽ ഹൈക്കോടതി വിധി വന്നത് വലിയ ആഘോഷമായിട്ടാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മുൻപും പറഞ്ഞിട്ടുള്ളതുപോലെ, VD സതീശൻ്റെ പ്രതിപക്ഷവും CPM-ഉം ചേർന്ന് നടത്തുന്ന, അല്ലെങ്കിൽ അവരുടെ സഹകരണാത്മക പ്രതിപക്ഷം എന്നുള്ള നിലപാട്, ആ നിലപാടാണ് ഒരിക്കൽ കൂടി വ്യക്തമായിട്ടുള്ളത്. കാരണം ഈ കേസ് കേരളത്തിലെ മാധ്യമങ്ങളിൽ, മലയാള മനോരമയിൽ ഈ വാർത്ത ആദ്യം വന്ന ദിവസം പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. അത് കഴിഞ്ഞത് അതിനുശേഷം അനാവശ്യമായിട്ടുള്ളൊരു GST വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. GST വിഷയവുമായിട്ട് ഈ മാസപ്പടി കേസിന് ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് അറിയാത്തവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ, യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ GST വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. അതിനുശേഷം മൂവാറ്റുപുഴയിലും തിരുവനന്തപുരത്തും വിജിലൻസ് കോടതികളിൽ കേസ് കൊടുക്കുന്നു എന്നുള്ള ഒരു ധാരണയുണ്ടാക്കിക്കൊണ്ട് വിജിലൻസ് കോടതിയിൽ ആ കേസ് തള്ളാനുള്ള സാഹചര്യം പ്രതിപക്ഷം സൃഷ്ടിച്ചു. ആ കേസ് കൊടുത്ത കോൺഗ്രസിൻ്റെ MLA ഉൾപ്പെടെ സൃഷ്ടിച്ചു. കാരണം MLAക്കെതിരായിട്ടുള്ള ഭൂമി കയ്യേറ്റ കേസ്, ആ കയ്യേറ്റ കേസ് അന്വേഷിക്കുന്ന വിജിലൻസിൻ്റെ അന്വേഷണവും തുടർന്ന് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് കോൺഗ്രസും CPM-ഉം ചേർന്ന് നടത്തുന്ന ഈ കൊള്ള, മാസപ്പടി കേസ് വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മാത്രമുള്ളൊരു വിഷയമല്ല. മുഖ്യമന്ത്രി ആ പദവിയിൽ ഇരുന്നു കൊണ്ട് മകൾ വാങ്ങിയ മാസപ്പടിക്ക് പകരം നൽകിയിട്ടുള്ള പ്രത്യുപകാരം, അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടക്കണം. പക്ഷെ അതേ സമയത്ത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാർ വാങ്ങിയിട്ടുള്ള പണം, ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പണം, ആ പണം വാങ്ങിയതിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ എല്ലാവരും, മാസപ്പടി വാങ്ങിയിട്ടുള്ളവർ മുഴുവൻ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. കാരണം ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡ് എന്നുള്ള നിലയിൽ വിജിലൻസ് അന്വേഷണത്തിലൂടെ ഒന്നും പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല, വിജിലൻസ് അന്വേഷണത്തിന് പ്രസക്തിയില്ല എന്നറിഞ്ഞുകൊണ്ട് വിജിലൻസിന് പരാതി കൊടുക്കുകയും അത് തള്ളിപ്പോകുന്ന സാഹചര്യമുണ്ടാവുകയും അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അതിനെതിരായിട്ട് നിലപാടെടുക്കുകയും ചെയ്യുന്നതിലൂടെ മുഖ്യമന്ത്രിയെയും മകളെയും തന്ത്രപരമായി സംരക്ഷിച്ചെടുക്കാനുള്ള കോൺഗ്രസിൻ്റെ നീക്കമാണ് കേരളത്തിൽ ഇപ്പോൾ ഈ നാടകത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ, ധനകാര്യ വകുപ്പ്, കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം നടക്കുന്ന SFIOയുടെ അന്വേഷണം, ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനായിട്ട് ബാംഗ്ലൂരിലും തുടർന്ന് ഡൽഹിയിലും ഹൈക്കോടതികളിൽ നടക്കുന്ന കേസ്, ആ കേസിലൂടെ മുഖ്യമന്ത്രിയും മകളും രക്ഷപ്പെടും എന്നുള്ള വ്യാമോഹമാണ് കേരളത്തിലെ CPM-നുള്ളതെങ്കിൽ
ഇതുപോലെയുള്ള നടപടികളിലൂടെ, ഇതുപോലെയുള്ള ശ്രമങ്ങളിലൂടെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഒരു കാരണവശാലും സാധ്യമാകില്ല എന്ന് മുന്നറിയിപ്പ് നൽകാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. എമ്പുരാൻ സിനിമയെപ്പറ്റി ഞാൻ ഇന്നലെ രാത്രിയും നിങ്ങളെല്ലാവരും കൂടി നമ്മുടെ പ്രസിഡന്റ് 11 മണിക്കോ മറ്റോ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. മിനിയ അന്ന് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞാനൊന്നും പറയാനില്ല. അല്ല, അദ്ദേഹം പറഞ്ഞത് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ അത് അവസാനത്തെ നിലപാടാണ്. അതിൽ പിന്നെ കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ കണ്ടില്ല. ഞാനൊരാഴ്ചയായിട്ടില്ലല്ലോ. ഞാൻ ലെബനനിലായിരുന്നു, ബെയ്റൂട്ടിൽ. ശരിയാ. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അനധികൃത കുടിയേറ്റം സംബന്ധിച്ചുള്ള ബിൽ പാർലമെന്റിൽ പാസാക്കേണ്ടതിന്റെ ആവശ്യകത, ഒപ്പം കേരളത്തിൽ മാസപ്പടി കേസിൽ CPM-ഉം കോൺഗ്രസും വെച്ച് പുലർത്തുന്ന മനോഭാവം, ഇവയൊക്കെ കുറിച്ചായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. വീണ്ടും വാർത്തകളിലേക്ക്. AP വിഭാഗം സമസ്തയ്ക്ക് പിന്നാലെ സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനൊരുങ്ങി EK സമസ്തയും. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കിയതിനു പിന്നാലെയാണ് പ്രഖ്യാപനം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കാണ് തുടർ പ്രവർത്തനങ്ങളുടെ ചുമതല. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച അന്ന് തന്നെ AP സമസ്തയും സ്വകാര്യ സർവകലാശാല നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കൂടുതൽ വിശദാംശങ്ങൾ. പ്രമുഖ സുന്നി സംഘടനകളായിട്ടുള്ള സമസ്തയുടെ ഇരു വിഭാഗങ്ങളും സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള AP വിഭാഗം സമസ്തയാണ് സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനം ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയ്ക്കകത്ത് വെച്ച് അന്ന് തന്നെ അവർ മുഷാവറ യോഗം ചേരുകയും സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനം നടത്തുകയുമായിരുന്നു. 100 കോടി രൂപ മുതൽ മുടക്കിൽ കോഴിക്കോട് ജില്ലയിൽ എവിടെയെങ്കിലും ആയിരിക്കും അത്തരത്തിൽ സ്വകാര്യ സർവകലാശാല വരിക എന്നാണ് അറിഞ്ഞത്. മതം, ഭാഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകിയായിരിക്കും AP വിഭാഗ സമസ്തയുടെ നേതൃത്വത്തിലുള്ള സ്വകാര്യ സർവകലാശാലകൾ വരിക. അതോടൊപ്പം തന്നെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, AP സമസ്തയ്ക്ക് കീഴിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഈ സർവകലാശാലയ്ക്ക് കീഴിൽ അണിനിരത്തും അല്ലെങ്കിൽ ഏകോപിപ്പിക്കും എന്നൊരു പ്രഖ്യാപനവും അന്ന് നടത്തിയിരുന്നു. പിന്നീടാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് ചേർന്നിട്ടുള്ള യോഗത്തിൽ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് EK വിഭാഗം സമസ്തയും സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനമായി രംഗത്തെത്തിയുള്ളത്. അതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് അന്ന് വിദ്യാഭ്യാസ സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭ പാസാക്കിയ അന്ന് തന്നെ ഇതിനോടനുബന്ധിച്ച തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇരു വിഭാഗങ്ങളും നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് ഒരു വിഭാഗം സമസ്ത ഈ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയ്ക്കകത്ത് വെച്ച് അന്ന് തന്നെ പ്രഖ്യാപനം നടത്തുക, മറ്റേ വിഭാഗം സമസ്ത സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭ പാസാക്കിയെന്ന് പ്രഖ്യാപനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച ഒരു പ്രഖ്യാപനം വളരെ പെട്ടെന്ന് എടുക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ ആരംഭിച്ചാൽ മാത്രമേ ഇതുമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകൂ എന്ന് പറയാൻ വേണ്ടി സാധിക്കൂ. മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ സ്വകാര്യ സർവകലാശാലയുടെ നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ എത്രയോ നേരത്തെ തന്നെ ആരംഭിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ സമസ്ത വിഭാഗങ്ങളും ആരംഭിച്ചു എന്നാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കൂ. അതായത് സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPI ഉൾപ്പെടെയുള്ള ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾ ഉടക്കിട്ട് നിൽക്കുന്ന സമയത്തായാലും ഇതെന്തായാലും വരുമെന്നൊരു ധാരണ ഈ സുന്നി സംഘടനകൾക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ ജാമിയ നൂരിയുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ അവരുടെ കീഴിലായിരിക്കും ഈ സമസ്ത EK വിഭാഗ സമസ്തയുടെ സ്വകാര്യ സർവകലാശാലകൾ വരിക. കേരളം, തമിഴ്നാട്, ആന്ധ്ര ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ജാമിയ നൂരിയയ്ക്ക് മറ്റു മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. EK വിഭാഗ സമസ്തയുടെ നേതൃത്വത്തിലുള്ള മതവിദ്യാഭ്യാസ ബിരുദദാന സ്ഥാപനമാണ് കേരളത്തിലെ ആദ്യത്തെ മതവിദ്യാഭ്യാസ ബിരുദ സ്ഥാപനമാണ് ജാമിയ നൂരിയ. അവരുടെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുക. കേരള നിയമസഭ
നിയമസഭയ്ക്കകത്ത് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുകയും അല്ലെങ്കിൽ ബില്ല് നിയമസഭയ്ക്കകത്ത് വെക്കുകയും ചെയ്യുകയും പിന്നീട് അത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർ ഇത്തരത്തിലൊരു പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ടേക്ക് വരുന്നുണ്ട് എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രോഹിണി. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വീണ്ടും പുലി ഇറങ്ങി. SD നഗർ ഭാഗത്താണ് പുലിയെ കണ്ടത്. തേയിലത്തോട്ടത്തിലൂടെ നടന്നു നീങ്ങുന്ന പുലിയെ പ്രദേശവാസികൾ കണ്ടു. ദൃശ്യങ്ങൾ ജനം TVക്ക്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ആശങ്കയുടെ സാഹചര്യം തന്നെയാണോ വീണ്ടും ഇടുക്കി വണ്ടിപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം? തേയിലത്തോട്ടത്തിലൂടെ പുലി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ജനം TVക്ക് ലഭിച്ചിരിക്കുന്നത്. തുടർ നടപടികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു തുടങ്ങിയോ? അത്യന്തം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ ഈ വണ്ടിപ്പെരിയാർ പന്തളിക്കളം, അതായത് ഡൈമുക്ക് മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പുലിയല്ല, ഏകദേശം 4 പുലികൾ അവിടെയുണ്ട്. ഒരു തള്ളപ്പുലിയും 3 കുഞ്ഞുങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പുലി കൂട്ടത്തെ ഈ കഴിഞ്ഞ ദിവസം ഏതാനും ആളുകൾ കാണുകയും ചെയ്തിരുന്നു. അവർ അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തതാണ്. ഈ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ഈ പുലിയുടെ കാൽപ്പാടുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും അവിടുന്ന് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും തുടർച്ചയായി 2-ലധികം ആളുകൾ ഈ പുലിയെ കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെ വനംവകുപ്പ് 2 ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇന്നലെ ഇത്തരത്തിൽ വീണ്ടും പുലി ഈ മേഖലയിലേക്ക് എത്തുന്നത്. ഇന്നലെ തേയിലത്തോട്ടത്തിലൂടെ പുലി നടന്നു നീങ്ങുന്നതാണ് ആളുകൾ കാണുന്നത്. ഉടൻ തന്നെ ഇവർ ഈ പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ഈ തേയിലത്തോട്ടത്തിൽ നിന്ന് പുലി ദൃശ്യങ്ങൾ പകർത്തുന്ന ആളുകളെ ഏറെ നേരം അവിടെ നിന്ന് വീക്ഷിച്ച ശേഷമാണ് ഈ തൊട്ടടുത്ത തേയിലക്കാടിനുള്ളിലേക്ക് കയറി പോയത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഏകദേശം 5 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വണ്ടിപ്പെരിയാർ സ്വദേശിയായിട്ടുള്ള ബിജു പുലിക്കൂട്ടത്തെ കാണുന്നത്. രാത്രി വീട്ടിലേക്ക് ബന്ധുവീട്ടിൽ പോയി മടങ്ങും വഴിയാണ് ഈ പുലിക്കൂട്ടം റോഡ് മുറിച്ച് കിടക്കുന്നത് കണ്ടത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഡൈമുക്ക് സ്വദേശിയായിട്ടുള്ള സുനിൽകുമാറും പുലിയെ കാണുകയും ചെയ്തു. ഇതിനുശേഷം തുടർച്ചയായി ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയോട് ചേർന്ന് ഈ പുലി എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. ഈ പ്രദേശത്ത്, അതായത് ഡൈമുക്ക് മേഖലയിലെ ആളുകളുടെ ആശങ്കകൾ പങ്കുവച്ചുകൊണ്ടുള്ള വാർത്ത നമ്മൾ ഇന്നലെ തന്നെ പുറത്തുവിട്ടതാണ്. ആ പ്രദേശം ഏകദേശം 50-ലധികം ആളുകൾ അല്ലെങ്കിൽ 80-ലധികം വീടുകളുള്ള ഒരു പ്രദേശമാണ്. കുഞ്ഞു കുട്ടികളുണ്ട്, വളർത്തുമൃഗങ്ങളുണ്ട്. അത്തരത്തിൽ എപ്പോഴും ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഉള്ള ഒരു പ്രദേശം. അവിടെ ഇത്തരത്തിൽ സ്ഥിരമായി പുലി എത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ വനംവകുപ്പ് അടിയന്തരമായി മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നുള്ള ഒരു അറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അതായത് നിലവിൽ ക്യാമറ സ്ഥാപിച്ച ഭാഗത്ത് എവിടെയെങ്കിലും ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. കൂടാതെ മേഖലയിൽ ഈ ഒരു നിരീക്ഷണം ശക്തമാക്കാനാണ് നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ HML എസ്റ്റേറ്റിന്റെ ഭാഗമാണ് ഈ തോട്ടം മേഖല. അതുകൊണ്ട് തന്നെ ഈ പല ഭാഗത്തും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കാടുകൾ, ഈ കൃഷിയില്ലാതെ കിടക്കുന്ന പ്രദേശത്ത് വലിയ രീതിയിൽ കാടുകൾ വളർന്നു നിൽപ്പുണ്ട്. ഈ കാട്ടിലാണ് പുലി ഉള്ളത് എന്നാണ് ഈ പ്രദേശവാസികൾ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതൽ പരിശോധന നടത്താൻ നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ദൃശ്യങ്ങൾ ഈ ക്യാമറയിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ ഈ മേഖലയിൽ കൂട് സ്ഥാപിക്കാനും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ശരി സുബിൻ, എന്തായാലും ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വീണ്ടും പുലി ഇറങ്ങി എന്നുള്ളത്. ഒരു പുലിയല്ല, കൂടുതൽ പുലികളുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് നാട്ടുകാർ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന് ആത്മഹത്യാ കേസുകൾ. 4 വർഷത്തിനിടെ 39,877 പേർ ആത്മഹത്യ ചെയ്തു. ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്തത് തിരുവനന്തപുരം ഗ്രാമീണ മേഖലകളിലാണ്. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 4,367 പേരാണ് തിരുവനന്തപുരം ഗ്രാമീണ മേഖലയിൽ സ്വയം ജീവനൊടുക്കിയത്. ജനം ബ്രേക്കിംഗ്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ്. സംസ്ഥാനത്ത് ആത്മഹത്യാ കേസുകൾ ഇങ്ങനെ കുതിച്ചുയരുന്നു എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്തത് തിരുവനന്തപുരം ഗ്രാമീണ മേഖലയിലാണ് എന്നുള്ളതാണ്. എന്തു കാരണങ്ങൾ ആണ് ഇതിനായി ഈ സ്റ്റഡീസ് ചൂണ്ടിക്കാട്ടുന്നത്? പഠന റിപ്പോർട്ടുകൾ എന്തൊക്കെ കാരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നത്? രോഹിണി, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായ ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DK മുരളി MLA ചോദ്യത്തിന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയിലാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നത്. അതായത് 2021 മെയ് 20 മുതൽ മാർച്ച് 16, അതായത് ഈ മാസം മാർച്ച് 16 വരെയുള്ള കണക്കുകളാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ അവിടെ രേഖാമൂലം സമർപ്പിച്ചത്. ഈ കണക്കുകളിലാണ് ഏകദേശം
39,877 ജീവനുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നത്. ഏകദേശം 5-ലധികം ജില്ലകളിൽ ഈ 4 വർഷത്തിനിടെ 2000-ന് മുകളിലും 2500-ന് മുകളിലുമാണ് ഓരോ വർഷത്തെയും കണക്കുകൾ പ്രകാരമുള്ള ആത്മഹത്യകളുടെ എണ്ണം. സർക്കാരിന്റെ ഭാഗത്ത് ഇന്ന് വിവിധ തലങ്ങളിൽ വലിയ രീതിയിലുള്ള ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, അമ്മമാർ, പ്രായമായ സ്ത്രീകൾ, യുവാക്കൾ അടക്കമുള്ളവർ ആത്മഹത്യക്ക് വിധേയരാകുന്നത്. അതിൽ സാമ്പത്തിക പ്രതിസന്ധി പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്, പ്രണയനൈരാശ്യം പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്, രക്ഷകർത്താക്കൾ കുട്ടികളെ അമിതമായി സ്നേഹിക്കുന്നതും അമിതമായി അവരെ ശകാരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ മരണത്തിനും ആത്മഹത്യയ്ക്കും കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ബോധവൽക്കരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് സർക്കാർ തലത്തിൽ നിന്നുള്ള കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ റൂറൽ മേഖലകൾ, അതായത് ഗ്രാമീണ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യകൾ ഉണ്ടായിട്ടുള്ളത്. 4367 ആത്മഹത്യകളാണ് ഈ കാലയളവിൽ തിരുവനന്തപുരം ഗ്രാമീണ മേഖലയിൽ മാത്രം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് വനവാസി മേഖലകളിലും ഒപ്പം തന്നെ കിഴക്കൻ മലയോര മേഖലകളിലുമൊക്കെയാണ് അതിൽ ഏറ്റവും കൂടുതൽ വർധനവുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ആശാവർക്കർമാരൊക്കെ ഉള്ളവരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ബോധവൽക്കരണവും ഒപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും ആത്മഹത്യകളുടെ എണ്ണം കുറയ്ക്കാനോ അല്ലെങ്കിൽ അവരെ മുഖ്യധാരയിൽ എത്തിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ കണക്കെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ബോധവൽക്കരണം ശക്തമാക്കുക, ഒപ്പം തന്നെ ആത്മഹത്യകളുടെ എണ്ണം കുറയ്ക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കുക എന്നൊരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മലപ്പുറം, പാലക്കാട് അടക്കമുള്ള ജില്ലകൾ, കൊല്ലം റൂറൽ, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം മേഖല അടക്കമുള്ള ജില്ലകളിലും പാലക്കാട് ജില്ലയിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ മരണസംഖ്യ അല്ലെങ്കിൽ ആത്മഹത്യകളുടെ എണ്ണം ഉള്ളത്. അതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് പാലക്കാട് ജില്ല തന്നെയാണ്. 3446 ആത്മഹത്യകളാണ് 2021 മുതൽ 25 മാർച്ച് 16 വരെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യം ശക്തമാകുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാരിന്റെ ബോധവൽക്കരണവും ഒപ്പം തന്നെ ഇത്തരത്തിൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ള അവരുടെ ആപ്തവാക്യവും ഒക്കെ ഫലം കാണുന്നില്ല. അത് കൂടുതൽ മരണങ്ങളിലേക്കും അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കും എത്തിക്കുകയാണ് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന കണക്ക് കൂടിയാണ് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ച ഈ ഒരു രേഖാമൂലമുള്ള കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രചണ്ഡ് ലഘു യുദ്ധ ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നും 156 ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള ഇടപാടിനാണ് അംഗീകാരം നൽകിയത്. 62,000 കോടിയുടേതാണ് ഇടപാട്. ഇന്ന് വേലുത്തമ്പി ദളവ വീരഹൂതി ദിനം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഇതിഹാസ പുരുഷൻ വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി വീരമൃത്യു വരിച്ച ധീര ദേശസ്നേഹി. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ധീരമായ സന്ദേശം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നൽകിയ പടനായകൻ. വേലുത്തമ്പി ദളവയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം. ഇന്ന് മാർച്ച് 29 വേലുത്തമ്പി ദളവ വീരാഹൂതി ദിനം. 1802 മുതൽ 1809 വരെ തിരുവിതാംകൂറിന്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി. തിരുവിതാംകൂറിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പദവിയായ ദളവ സ്ഥാനത്തേക്ക് അതിശയിപ്പിക്കുന്ന വേഗതയിൽ എത്തിച്ചേരുകയും അതേ വേഗതയിൽ ആ സ്ഥാനം നിരാകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കുകയും ചെയ്തു എന്നതാണ് വേലുത്തമ്പി ദളവയുടെ വലിയ ത്യാഗമായി ചരിത്രം രേഖപ്പെടുത്തുന്നത്. കേരള ചരിത്രം അദ്ദേഹത്തെ ഒരു ഇതിഹാസ പുരുഷനായി ചിത്രീകരിക്കുന്നു. 1765 മെയ് 6 അന്നത്തെ തിരുവിതാംകൂർ സംസ്ഥാനത്തിന്റെ ഭാഗമായ തലക്കുളം എന്ന ഗ്രാമത്തിൽ ജനിച്ചു. മഹാരാജാവിൽ നിന്ന് ചെമ്പകരാമൻ എന്ന പട്ടം പരമ്പരാഗതമായി ലഭിച്ചു വരുന്നവരായിരുന്നു വേലുത്തമ്പിയുടെ കുടുംബം. കാർത്തിക തിരുനാൾ മഹാരാജാവ് വേലുത്തമ്പിയെ അദ്ദേഹത്തിന്റെ 20ാം വയസ്സിലാണ് കൊട്ടാരം കാര്യക്കാരനായി നിയമിച്ചത്. 1802 ഏപ്രിൽ 15 വേലുത്തമ്പി ദളവയായി സ്ഥാനമേൽക്കുന്നത്. 7 വർഷത്തോളം വേലുത്തമ്പി ദളവയായി ഭരണം നടത്തി. തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഏറ്റവും വലിയ കടം വീട്ടാനും മെക്കാള പ്രഭുവിനെതിരെ പടയൊരുക്കാനുമായിരുന്നു വേലുത്തമ്പിയുടെ ഏറെ സമയവും ചെലവഴിച്ചത്. ബ്രിട്ടീഷ് സേനയുമായി ഏറ്റുമുട്ടിയ വേലുത്തമ്പിക്ക് ഒരു വിജയം കരസ്ഥമാക്കാനായില്ല. തുടർന്ന് കുണ്ടറയിലേക്ക് പോവുകയും അവിടെ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുകയും 1809 ജനുവരി 11
ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിൽ പങ്കുചേരാൻ നാട്ടുകാരായ പടയാളികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. വികാര വൈശിഷ്ട്യം കൊണ്ടും ശക്തി കൊണ്ടും കുണ്ടറ വിളംബരത്തോട് സമാനമായ ഒരു ചരിത്ര സംഭവം മുൻപുണ്ടായിട്ടില്ല. വേലുത്തമ്പി ദളവയുടെ ദേശസ്നേഹത്തിന്റെയും നേതൃത്വത്തിന്റെയും ഉത്തമോദാഹരണമാണ് കുണ്ടറ വിളംബരം. കൊല്ലം കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ആരംഭിച്ച യുദ്ധം അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ ശ്വാസം മുട്ടിച്ചു. 1851 സംഘടിത സ്വാതന്ത്ര്യ സമരത്തിനും 48 വർഷം മുൻപേ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ജനകീയ വിമോചന സമരം നടന്നത് കൊല്ലത്തിന്റെ മണ്ണിലാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അത്യുജ്വലവും സ്വാഭിമാനകരവുമായ പോരാട്ടം നടത്തിയത് തിരുവിതാംകൂർ ദിവാനായിരുന്ന ചെമ്പകരാമൻ വേലായുധൻ എന്ന വേലുത്തമ്പി ദളവയായിരുന്നു. കുണ്ടറ വിളംബരത്തിനു ശേഷം മധ്യ തിരുവിതാംകൂറിലേക്ക് യാത്ര തിരിച്ച വേലുത്തമ്പി ദളവ പല ഭാഗങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു. മണ്ണടിയിൽ ചേന്നമംഗലത്ത് മഠത്തിൽ ഒളിവിൽ കഴിയവേ സൈന്യം ക്ഷേത്രം വളഞ്ഞു. ഒടുവിൽ കീഴടങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ വേലുത്തമ്പി സ്വയം മരണം വരിക്കാൻ തീരുമാനിച്ചു. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ധീരമായ സന്ദേശം സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് നൽകി സ്വന്തം കഠാര നെഞ്ചിൽ കുത്തിയിറക്കുകയായിരുന്നു ആ ധീര ദേശാഭിമാനി. മരണാനന്തരം ആ ഭൗതിക ദേഹത്തോടു പോലും മാന്യത കാണിക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. വേലുത്തമ്പിയുടെ സഹോദരനോടും അവർ കാട്ടിയ ക്രൂരത സമാനതകളില്ലാത്തതായിരുന്നു. വേലുത്തമ്പിയുടെ ശവശരീരം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന കണ്ണമ്മൂലക്കുന്നിൽ തല കീഴായി കെട്ടിത്തൂക്കി പ്രദർശിപ്പിച്ചു. കൊലപാതകികളുടെ ശവശരീരം മറവു ചെയ്യുന്നത് പോലെ ഉള്ളൂർക്കുന്നിൽ ആ ഓർമ്മകളെ മണ്ണിട്ട് മൂടി. ധീരദേശാഭിമാനിയായ വേലുത്തമ്പി ദളവയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വടക്കൻ കേരളത്തിൽ ട്രെയിനുകൾക്ക് നേരെയുണ്ടായത് 36 അക്രമങ്ങളാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയാണ് ഒരു മാസത്തിൽ ശരാശരി 3 അക്രമങ്ങൾ ഉണ്ടാകുന്നത്. ട്രെയിൻ പാളത്തിൽ കല്ലുകളും തടികളും തടിക്കഷ്ണങ്ങളും വെച്ചുള്ള അട്ടിമറി ശ്രമങ്ങൾ വേറെയും. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്കാണ് നേരെയാണ് ഇത്തരത്തിൽ അക്രമം ഉണ്ടാകുന്നത്. അരുൺ കൊടുങ്ങൂർ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വടക്കൻ കേരളത്തിൽ ട്രെയിനുകൾക്ക് നേരെ ഉണ്ടായത് 36 അക്രമങ്ങളാണ്. അത് പല രീതിയിലാണ് എന്നുള്ളതാണ്. ട്രെയിൻ പാളത്തിൽ കല്ലുകളും തടിക്കഷ്ണങ്ങളും ഒക്കെ വെച്ചുള്ള അട്ടിമറി ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് നേരെയാണ് ഇത്തരം അക്രമങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ആസൂത്രിതം തന്നെയാണോ ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ? തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വടക്കൻ കേരളത്തിലെ ഒരു കണക്കുകളാണ്, ഔദ്യോഗിക കണക്കുകളാണ് നമ്മൾ ഈ ഒരു വാർത്തയിലൂടെ പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് മുതൽ കാസർഗോഡ് വരെ കഴിഞ്ഞ ഒരു വർഷത്തിൽ ട്രെയിനുകൾക്ക് നേരെ ഉണ്ടായ അക്രമങ്ങളുടെ എണ്ണം 36 ചെറിയൊരു സംഖ്യയല്ല ഇത്. അത്ര വലിയ സുരക്ഷ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു അക്രമം ട്രെയിനുകൾക്ക് നേരെ ഉണ്ടാകുന്നു. ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു അക്രമങ്ങൾ നടക്കുന്നതിനൊപ്പം തന്നെയാണ് എന്നുള്ള ഒരു പുറത്തേക്കാണ് പല തരത്തിലുള്ള അട്ടിമറി ശ്രമം കൂടിയാണ് RPFന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉപയോഗിച്ച് പാളം തെറ്റിക്കാൻ നോക്കുന്നു. അതോടൊപ്പം തന്നെ തടികളും തടി കഷ്ണങ്ങളും കൊണ്ട് ഇത്തരത്തിൽ ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗൗരവകരമായ കാര്യം. എന്തായാലും തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ കണക്കുകൾ കൂടി നമ്മൾ പരിശോധിക്കുന്നത്. അതായത് ശരാശരി ഒരു മാസത്തിൽ 3 അക്രമമെങ്കിലും ഈ മേഖലയിൽ ട്രെയിനുകൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ഈ വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശ്രയ കേന്ദ്രമാണ്, അല്ലെങ്കിൽ പൊതുഗതാഗതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൃംഖലയാണ് ട്രെയിൻ. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ട്രെയിൻ മാർഗം യാത്ര ചെയ്യുന്നത്. ഇവരുടെയുള്ള തന്നെ ജീവന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരമുള്ള സംഭവങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. കർശനമായ നടപടി എടുത്തുകൊണ്ട് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം, വിശദമായ ഒരു പരിശോധന ഈ കാര്യങ്ങളിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതാണ് ഈ കണക്കുകൾ. ഒരു മാസത്തിൽ 3 അക്രമമെങ്കിലും ഈ മേഖലകളിൽ ട്രെയിനിന് നേരെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. ആ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ കൂടിയാണ് ആവശ്യമായി വരേണ്ടത്. കാരണം ഇത് ഭാഗ്യം കൊണ്ടൊക്കെ തന്നെയും മറ്റ് വലിയ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കുന്നുവെങ്കിൽ പോലും ഈ ഒരു പ്രവണത അത് കൃത്യമായി തന്നെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. രോഹിണി, ശരി. അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്.
കാക്കനാട് മെട്രോ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച കേന്ദ്രം 140 കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി ലഭിച്ചത്. കേന്ദ്ര ഫണ്ട് ലഭിച്ചതോടെ പണമില്ലാതെ ഇഴഞ്ഞു നീങ്ങിയിരുന്ന രണ്ടാം ഘട്ട മെട്രോ നിർമ്മാണം വേഗത്തിലായി. കലൂർ സ്റ്റേഡിയം ജംഗ്ഷൻ മുതൽ ഇൻഫോ പാർക്ക് വരെയാണ് രണ്ടാം ഘട്ട മെട്രോ. ജിജേഷ് കരുണാകരൻ ചേരുന്നു. ജിജേഷ്, രണ്ടാം ഘട്ട മെട്രോ നിർമ്മാണം വീണ്ടും ഊർജിതമായിരിക്കുകയാണ്. കാക്കനാട് മെട്രോ നിർമ്മാണത്തിന് കേന്ദ്രം 140 കോടി രൂപ കേന്ദ്രവിഹിതമായുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ? രോഹിണി, വലിയ പ്രതീക്ഷകളോടെ ആരംഭിച്ച രണ്ടാം ഘട്ട മെട്രോ റെയിലിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. പ്രധാനമായും തൂണുകളുടെ നിർമ്മാണമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോയിരുന്നത്. ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്രവുമായിരുന്നു ഫണ്ട് നൽകേണ്ടിയിരുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനം ഫണ്ട് നൽകിയപ്പോൾ അതിന് പിന്നാലെ കേന്ദ്രവും ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് നൽകുന്നത് വൈകി. സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകിയതിന് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭ്യമാക്കുക. അങ്ങനെയുള്ള ഒരു കാലതാമസം ഉണ്ടായി. ഇതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രം 140 കോടി രൂപ അനുവദിക്കാൻ തയ്യാറായത്. ഈ ഒരു പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുക എന്നതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം മുൻകൈയെടുത്ത് ഈ 140 കോടി രൂപയും അനുവദിക്കാൻ തയ്യാറായത്. ഇതോടുകൂടിയാണ് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അതിവേഗത്തിലേക്ക് മെട്രോ നിർമ്മാണം രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നത്. ഈ നവംബർ മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പദ്ധതി 2024 സെപ്റ്റംബറിൽ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. IT മേഖലകൾ അടക്കമുള്ള കാക്കനാടേക്ക് കൊച്ചി മെട്രോ നീട്ടുന്നത് നിരവധി ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുന്ന കാര്യങ്ങളായിരുന്നു. അവിടെയെല്ലാമുള്ള 5 പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനുകളുടെ നിർമ്മാണം, ഒപ്പം തന്നെ നിരവധി തൂണുകൾ, ഏതാണ്ട് 456 തൂണുകളാണ് ഈ ഭാഗത്ത് നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായി ഉള്ളത്. അതിൻ്റെ എല്ലാം നിർമ്മാണമായിരുന്നു പാതി വഴിയിൽ നിലച്ചു പോകുന്ന സ്ഥിതിയിൽ എത്തിയിരുന്നത് എങ്കിൽ കേന്ദ്ര ഫണ്ട് ലഭ്യമായതോടുകൂടി ഈ നിർമ്മാണം വേഗത്തിലായി മാറിയിട്ടുണ്ട്. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 4ാം ഘട്ടത്തിലേക്ക്. അവകാശ സമരത്തിന് നേരെ കണ്ണടച്ച സർക്കാരിന് മുന്നിൽ മുടി മുറിച്ച് പ്രതിഷേധിക്കാനൊരുങ്ങിയ ആശമാർ. രാപ്പകൽ സമരം 50ാം ദിവസം തികയുന്ന തിങ്കളാഴ്ചയാണ് ആശമാർ മുടി മുറിച്ച് പ്രതിഷേധിക്കുന്നത്. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ഓരോ ഘട്ടത്തിലും സമരത്തിൻ്റെ രീതി കൂടുതൽ കടുപ്പിക്കുകയായിരുന്നു ആശാ വർക്കർമാർ. അവരിപ്പോൾ ഇനി 4ാം ഘട്ട സമരത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ അവകാശ സമരത്തിന് നേരെ കണ്ണടച്ച സർക്കാരിന് മുന്നിൽ മുടി മുറിച്ച് പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നു എന്ന് ആശമാർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതായിരുന്നു. അതിനു മുൻപെങ്കിലും തങ്ങളെ ഒന്ന് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണം, ചർച്ചയ്ക്ക് വിളിക്കണം, തങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കണം എന്നുള്ള പ്രതീക്ഷ ആശമാർ വച്ചു പുലർത്തിയിരുന്നു. പക്ഷേ സമരം ഇപ്പോൾ അതിശക്തമായി തുടരുന്നതിനിടെ തിങ്കളാഴ്ച 50 ദിവസം പൂർത്തിയാകുകയാണ്. സമരം കടുപ്പിച്ച് തന്നെയാണോ ആശമാർ മുന്നോട്ട് പോകുന്നത്? രശ്മി. രോഹിണി, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, മുഖ്യമന്ത്രിയുടെ ഈ സെക്രട്ടേറിയറ്റിന് ഓഫീസിന് മുന്നിൽ ഈ ആശമാർ സമരം തുടങ്ങിയിട്ട് 48ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ നിരാഹാര സമരമാകട്ടെ നിലവിലിപ്പോൾ 9ാം ദിവസത്തിലേക്കും എത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർ നിരാഹാര സമരം നടത്തുന്നത്. ഇന്ന് നിരാഹാര സമരം ഇന്ന് 9ാം ദിവസമല്ല, ഇന്ന് 10ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇത്രത്തോളം ദിവസം ഇവർ ഈ സഹന സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയിട്ടും അത് തിരിഞ്ഞു നോക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല, ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം എവിടെ നിന്നെങ്കിലും ലഭ്യമാവുകയാണെങ്കിൽ അതുകൂടി നഷ്ടപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ അത് നിർത്തലാക്കാനുള്ള ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല, തുടർച്ചയായി തന്നെ ഇത്തരത്തിൽ ഈ ആശമാരെ അപമാനിക്കുന്നു. കഴിഞ്ഞ ദിവസം വിജയരാഘവൻ ഉൾപ്പെടെ ആശമാരെ അപമാനിച്ച് രംഗത്തെത്തിയിരുന്നു. ഒരു ചായ വാങ്ങിച്ചു തരാം, മുഖ്യമന്ത്രിക്കെതിരെ സമരം ചെയ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെ വന്നവരാണ് ഈ ആശമാർ എന്നൊക്കെയാണ് പരിഹസിച്ചത്. അപ്പോൾ ഇവരുടെ സമരത്തെ നിരന്തരമായി ഇത്തരത്തിൽ അധിക്ഷേപിക്കുകയാണ്, അവഹേളിക്കുകയാണ്. ഈ സമരം 50ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ മുടിമുറിച്ച് പ്രതിഷേധിക്കുകയാണ്. അതെങ്ങനെയാണ്? ഒരാളാണോ? അതെങ്ങനെയാണ് നിങ്ങൾ ആ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ വലിയൊരു നിര ആളുകൾ തന്നെ മുടിമുറിക്കുന്നതാണ്. കാരണം ഞങ്ങൾ അതിൻ്റെ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, സമരപ്പന്തലിൽ നിന്ന് 45 പേരാണ് മുടിമുറിക്കാൻ അപ്പോൾ തന്നെ തയ്യാറായിരിക്കുന്നത്. കേരളത്തിൽ മുഴുവൻ ഈ വാർത്ത എത്തിക്കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും PHC കേന്ദ്രീകരിച്ചും ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളും അന്നേ ദിവസം മുടിമുറിക്കും. ഇതൊരു പ്രതിഷേധമാണ്, സഹനത്തിൻ്റെ അങ്ങേയറ്റമാണ്. ഞങ്ങൾ 48 ദിവസം ആയിട്ടും സ്ത്രീകൾ ഉന്നയിക്കുന്ന നിസ്സാരമായ കൂലിക്ക് പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണകൂടം അപ്പാടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമരത്തെ തകർക്കാനായിട്ട് ഭീഷണിപ്പെടുത്തുന്നു.
സ്ത്രീകളെ അശ്ലീലം പറയുന്നു, പരസ്യമായി ആക്ഷേപിക്കുന്നു, എന്തെല്ലാം നടക്കുകയാണ്. അപ്പോൾ ഇത് അങ്ങനെ നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ 99% ആളുകളും പറയുന്നു അവർ കൊടുത്ത നികുതി ഖജനാവിൽ നിന്ന് ഈ ആളുകൾക്ക് വേതനമായി വർദ്ധിപ്പിക്കണമെന്ന്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സമരമാണ്. വിജയരാഘവൻ ഉൾപ്പെടെ നിങ്ങൾ നിരന്തരം വിജയരാഘവനാണെങ്കിലും ആളുകളാണെങ്കിലും ഈ സമരത്തെ നിരന്തരം അവഹേളിക്കുന്ന ഒരു സമീപനം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിരുന്ന മുഖ്യമന്ത്രി ഇടപെടണം. കാരണം മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആളല്ലേ. അദ്ദേഹത്തിൻ്റെ താഴെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെ നിയന്ത്രിക്കുക എന്ന് മാത്രമല്ല, എന്തിനാണ് ഈ സമരം നീട്ടിക്കൊണ്ടു പോകുന്നത്? ഞങ്ങൾ ഉന്നയിച്ച വിഷയം അന്യായമാണോ? അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടത്, അതുകൊണ്ട് അത് ചെയ്യേണ്ടതുണ്ട്. ഈ 50-ാം ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോൾ ഇവർ ഈ രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ 50-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ദിവസം മുടി മുറിച്ച് പ്രതിഷേധിക്കുമെന്നുള്ളതാണ് ആശമാർ പറയുന്ന ഒരു കാര്യം. ഇനി അവർ കുറച്ചുകൂടി ശക്തമായി ഈ സമര രംഗത്തേക്ക് വരും എന്നുള്ളതാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുടി അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് മുറിച്ച് തന്നെ വളരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ആശമാർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അവരുടെ നിരാഹാര സമരം ഇന്ന് 10-ാം ദിവസത്തിലേക്കും രാപ്പകൽ സമരം 48-ാം ദിവസത്തിലേക്കും കടന്നിരിക്കുന്നു. രോഹിണി. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. ഭക്തിസാന്ദ്രവും വർണ്ണവിസ്മയവും തീർത്ത് കൊല്ലം പോരുവഴി മലനട ക്ഷേത്രത്തിലെ മലക്കുട മഹോത്സവം. വിവിധ കരകളിലെ വലിയ എടുപ്പുകുതിരകളും എടുപ്പുകാളയും 100 കണക്കിന് ചെറുതും വലുതുമായ കെട്ടുരുപ്പടികളും കെട്ടുത്സവത്തിന് ഭംഗി കൂട്ടി. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായത് ജനസാഗരമാണ്. ഈ റിപ്പോർട്ടോടുകൂടി പുത്തൻപുലരി സമാപിക്കുകയാണ്. എങ്ങും ആരവങ്ങൾ മുഴങ്ങി. ഈ നാട് ആചാരപ്പെരുമയോടെയുള്ള ആഘോഷ തിമിർപ്പിലാണ്. ഓരോ കരകളും ആവേശത്തോടെ മലക്കുട ഉത്സവത്തിന്റെ ഭാഗമായി 8 ദിവസത്തെ ആഘോഷങ്ങളോടെ മീനമാസം 2-ാം വെള്ളിയാഴ്ചയാണ് എല്ലാ തവണയും മലക്കുട മഹോത്സവം നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രത്തിലെ 28-ാമത്തെ ഫൈനൽ ദിവസം ഉത്സവമാണെന്ന്. ഈ ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 മണിയോടുകൂടി ഭഗവതി എഴുന്നള്ളത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. 5 മണിയോടുകൂടി കച്ചകെട്ട് ആരംഭിക്കും. കടത്താശ്ശേരി കുടുംബത്തിൽ നിന്നാണ് കച്ചകെട്ട് ആരംഭിക്കുന്നത്. കച്ചകെട്ടിന് ശേഷം ഊരാളി മുരഘട്ടത്തിലേക്ക് പോവുകയും 7 കരകളിൽ നിന്നും 6 ഇടുപ്പ് കുതിരയും തനത് കരക്കയുടെ കാളയും പിന്നെ ചെറിയ ഈ ഉരുപ്പടികൾ ഒരു 500ഓളം ഉണ്ടാവും. ഇത് ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേക്ക് മല കയറി വന്ന് അപ്പോൾ പിന്നെ 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിട്ടാണ് ഇതൊരു 10 മണി ആകുമ്പോഴത്തേക്ക് സമാപനത്തിലേക്ക് പോകുന്നത്. വിവിധ കരകളിൽ നിന്നും വലിയ വർണ്ണാഭമായ എടുപ്പുകുതിരകളും കാളകളും ഒപ്പം 100 കണക്കിന് വലുതും ചെറുതുമായ കെട്ടുരുപ്പടികളും. വൈകിട്ടോടെ കുന്നിന് താഴെ അണിനിരന്ന ഓരോന്നും ചടങ്ങുകൾ പൂർത്തിയാക്കി വരിയായി ക്ഷേത്ര സന്നിധിയിലേക്ക്. വലിയ കെട്ടുകാഴ്ചകളോടും ആചാരവെടിയോടും കൂടി ഒരുമയോടെ ദുര്യോധനെ വരവേൽക്കാൻ തയ്യാറാകുന്ന ജനങ്ങൾ. അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിലെ പ്രധാന ആൽത്തറയിൽ പനമ്പായ വിരിച്ച് വായ്ക്കരിയിടിയിൽ കർമ്മവും നടന്നു. ഇത്തവണ ഉത്സവത്തിന് വലിയ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പ്രതീക്ഷിച്ചതിലില്ല, അതിനപ്പുറത്താണ് ഈ പ്രാവശ്യത്തെ ഉത്സവം. അതുപോലെ തന്നെ കെട്ടുകാഴ്ചകളും മറ്റ് കരയുരുപ്പടികളും എല്ലാം കഴിഞ്ഞ വർഷത്തേക്കാൾ എല്ലാം ഇരട്ടിയാണ്. ഇവിടെ വന്ന ജനങ്ങൾക്ക് വളരെ സന്തോഷപൂർവ്വമായിട്ട് പോകുന്നത്. ഉത്സവത്തിൻ്റെ നല്ല ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ്
നടന്നതിനേക്കാൾ 10 മടങ്ങ് ആദ്യമായിട്ടുള്ള പരിപാടികളോടുകൂടിയാണ് ഈ പ്രാവശ്യത്തെ ഉത്സവം നടക്കുന്നത്. ദ്രാവിഡ സംസ്കാരം തലമുറകളായി കാത്തുസൂക്ഷിക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. പാണ്ഡവരെ അന്വേഷിച്ച് കൗരവർ നടത്തിയ ദേശസഞ്ചാരത്തിനിടയിൽ ദാഹിച്ചു പരവശനായ ദുര്യോധനൻ കടുത്താംശ്ശേരി കൊട്ടാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിനൊരു സ്ത്രീ ചെത്തുകള്ള് നൽകിയെന്നും മലമുകളിൽ ധ്യാനമിരുന്ന ശേഷം പ്രദേശവാസികളുടെ അനുവാദത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. മീനമാസം 2-ാം വെള്ളിയാഴ്ച താൻ യുദ്ധത്തിൽ ജയിച്ച് തിരികെ വരുമ്പോൾ സകലവിധ ഒരുക്കങ്ങളോടെ തന്നെ സ്വീകരിക്കണമെന്നും അതുകഴിഞ്ഞും തന്നെ കണ്ടില്ലെങ്കിൽ യുദ്ധത്തിൽ താൻ മരിച്ചതായി കണക്കാക്കി ഉദയക്രിയകൾ നടത്തണമെന്നും ദുര്യോധനൻ പറഞ്ഞതായാണ് വിശ്വാസം. ശ്രീകോവിലോ ചുറ്റമ്പലമോ പ്രതിഷ്ഠയോ ഇല്ലാത്ത ക്ഷേത്രത്തിൽ ആൽത്തറയെയാണ് ആരാധനാമൂർത്തിയായി സങ്കല്പിച്ചിരിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് മലനട ക്ഷേത്രത്തിലെ മലക്കുട ഉത്സവം. ജനം, കൊല്ലം.